Hi friends, welcome to once. എല്ലാവർക്കും S3 KTU ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സിവിൽ എഞ്ചിനീയറിംഗിന്റെ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് സബ്ജക്റ്റ് ആണ്. ഓക്കെ, നമ്മൾ 2019 സ്കീമിലെ ഡിസംബർ 2020 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് സോൾവ് ചെയ്യുന്നത്. മൊഡ്യൂൾ 1ന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഓൾറെഡി സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ മൊഡ്യൂൾ 2ന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഡിസംബർ 2020 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാം KTU 3 hours ടൈമിൽ 100 മാർക്സിനുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ അതായത് സബ്ജക്ട് കോഡ് വരുന്നത് CET 203 ആണ്. അപ്പോൾ നമുക്ക് മൊഡ്യൂൾ 2ന്റെ സിലബസ് നോക്കാം. അപ്പോൾ സിലബസിൽ ഫസ്റ്റ് വരുന്നത് ബോയോൺസി ആൻഡ് ഫ്ലോട്ടേഷൻ ആണ്. അതിൻ്റെ ഉള്ളിൽ തന്നെ വരുന്നത് ബോയോൺ ഫോഴ്സ്, പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ, ദെൻ സ്റ്റെബിലിറ്റി ഓഫ് ഫ്ലോട്ടിംഗ് ആൻഡ് സബ്മേർജ്ഡ് ബോഡീസ്, meta-center and metacentric height, then analytical and experimental determination of metacentric height. Then next വരുന്നത് hydrodynamics ആണ്. അതിൻ്റെ ഉള്ളിൽ methods of describing fluid motion, Lagrangian and Eulerian methods, velocity and acceleration, then types of fluid flow, then description of fluid flow, streamline, path line and streak line, then continuity equation in 1 dimension, 2 dimension and 3 dimensions. ഇതാണ് മൊഡ്യൂൾ 2ന്റെ സിലബസ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം. പാർട്ട് എയും പാർട്ട് ബിയും അങ്ങനെ 2 പാർട്ടായിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തിരിക്കുന്നത്. പാർട്ട് എയിൽ മൊഡ്യൂൾ 2ലെ 2 ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഈച്ച് ക്വസ്റ്റ്യന് 3 മാർക്സ് വെച്ചിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേറ്റ് ദ സ്റ്റെബിലിറ്റി കണ്ടീഷൻസ് ഓഫ് ഫ്ലോട്ടിംഗ് ബോഡീസ്. 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം സ്റ്റെബിലിറ്റി കണ്ടീഷൻസ് മൂന്നെണ്ണാണുള്ളത്: സ്റ്റേബിൾ, അൺസ്റ്റേബിൾ ആൻഡ് ന്യൂട്രൽ. ഓക്കെ, അപ്പോൾ ഓരോ കണ്ടീഷനും എന്താണെന്ന് എഴുതുന്നതിനാണ് ഓരോ മാർക്സ് വെച്ചിട്ടായിരിക്കും. അങ്ങനെ ടോട്ടൽ 3 മാർക്സ്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത് ഡിഫറൻഷിയേറ്റ്, സ്ട്രീം ലൈൻ, സ്ട്രീക്ക് ലൈൻ ആൻഡ് പാത്ത് ലൈൻ ആണ്. ഓക്കെ, അപ്പോൾ അതിൽ ഓരോ ലൈനും എന്താണെന്ന് എഴുതി കഴിഞ്ഞാൽ ഓരോ മാർക്സ് വെച്ച് അങ്ങനെ ടോട്ടൽ 3 മാർക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേറ്റ് ദ സ്റ്റെബിലിറ്റി കണ്ടീഷൻസ് ഓഫ് ഫ്ലോട്ടിംഗ് ബോഡീസ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ സ്റ്റെബിലിറ്റി കണ്ടീഷൻസ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഈ ഒരു എക്സാമ്പിൾ വെച്ചിരിക്കുന്നത്. അപ്വേർഡ് കർവ് ആയിട്ടുള്ള ഒരു സർഫസിൽ നമ്മളൊരു ബോൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ അതിലൊരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡയറക്ഷനിൽ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബോൾ ഇങ്ങനെ ഒരു അപ്വേർഡ് ഡയറക്ഷനിൽ അത് മൂവ് ചെയ്യും. ദെൻ നമ്മൾ ആ ഫോഴ്സ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് ആ പഴയ പൊസിഷനിൽ തന്നെ അത് അവിടെ വന്ന് നിൽക്കും. അതായത് അവിടെ ഒരു കപ്പിൾ ഫോം ചെയ്ത് നമ്മൾ അപ്ലൈ ചെയ്ത് ആ ഫോഴ്സ് ഓപ്പോസ് ചെയ്ത് ദെൻ തിരിച്ച് ആ ഒരു പൊസിഷനിലേക്ക് തന്നെ ആ ബോൾ എത്തും. ദെൻ അതാണ് സ്റ്റേബിൾ കണ്ടീഷൻ. ദെൻ ന്യൂട്രലി സ്റ്റേബിൾ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഹോറിസോണ്ടൽ സർഫസിൽ ഒരു ബോൾ വെച്ച് ദെൻ അതിനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്കൊരു ഫോഴ്സ് നമ്മൾ ജസ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ അതൊരു പുതിയ മൂവ് ചെയ്യും. ദെൻ അതൊരു പുതിയ പൊസിഷനിലേക്ക് മാറും. ദെൻ തിരിച്ച് അത് പഴയ പൊസിഷനിലേക്ക് വരില്ല. ദെൻ അതൊരു പുതിയ പൊസിഷനിലേക്കാണ് അത് മൂവ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ദെൻ ഒരു ഡൗൺവേർഡ് കർവായിട്ടുള്ള ഒരു സർഫസിൽ നമ്മളൊരു ബോൾ വെച്ച് ദെൻ അതിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അത് തിരിച്ച്, അതായത് ഇങ്ങനെ ഈ ഒരു ഡയറക്ഷനിൽ ഡൗൺവേർഡ് ഡയറക്ഷനിൽ അത് മൂവ് ചെയ്യും. ദെൻ അത് തിരിച്ച് പഴയ പൊസിഷനിലേക്ക് അത് തിരിച്ച് വരില്ല. അപ്പോൾ അതിനെയാണ് നമ്മൾ അൺസ്റ്റേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് കണ്ടീഷൻസ് എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടി ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. എക്സാമിന് എഴുതേണ്ടത് നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിൽ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, ദെൻ ഫ്ലോട്ടിംഗ് ബോഡീസിൻ്റെ സ്റ്റെബിലിറ്റി കണ്ടീഷൻസ് ഓഫ് ഫ്ലോട്ടിംഗ് ബോഡീസ് ആണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ഫ്ലോട്ടിംഗ് ബോഡീസിൻ്റെ എക്സാമ്പിൾ ആണ് ഷിപ്പ്. ദെൻ ഷിപ്പിൻ്റെ കണ്ടീഷൻ എടുക്കുമ്പോൾ നമുക്കറിയാം ഷിപ്പിൻ്റെ ടോട്ടൽ വെയിറ്റ് അതായത് മൊത്തം ഷിപ്പിൻ്റെ സെൻറ്ററിലാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നത്. അതായത് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ടോട്ടൽ വെയിറ്റ് ആക്ട് ചെയ്യുന്നത് ഷിപ്പിൻ്റെ സെൻറ്ററിലായിരിക്കും. ദെൻ സബ്മേർജ് ചെയ്തിരിക്കുന്ന പോർഷൻ്റെ സെൻറ്ററിലായിരിക്കും ഫോഴ്സ് ഓഫ് ബോയൻസി, അതായത് ആ ബോയൺ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് സബ്മേർജ് ചെയ്തിരിക്കുന്ന പോർഷൻ്റെ സെൻറ്ററിലായിരിക്കും. ഓക്കെ, ദെൻ നമുക്ക് സ്റ്റെബിലിറ്റി കണ്ടീഷൻസ് നോക്കാം വിത്ത് എക്സാമ്പിൾ ഓഫ് ഷിപ്പ്. Okay, then stability of a floating body is determined from the position of metacenter. മെറ്റാസെൻറ്ററിൻ്റെ പൊസിഷൻ നോക്കിയിട്ടാണ് നമ്മൾ ആ ഫ്ലോട്ടിംഗ് ബോഡിയുടെ സ്റ്റെബിലിറ്റി എങ്ങനെയാണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മെറ്റാസെൻറ്ററിൻ്റെ പൊസിഷൻ നമ്മൾ എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോയോൺ ഫോഴ്സ്, അതായത് സെൻറ്റർ ഓഫ് ബോയോൺസി ആക്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റ് നമ്മുടെ ആ ഷിപ്പിൻ്റെ ആക്സിസ്, അതായത് ഷിപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോഡി എടുക്കുമ്പോൾ എക്സാമ്പിൾ എടുത്തതാണ് ഷിപ്പ്. ഓക്കെ, ഏതെങ്കിലും ഒരു ബോഡിയുടെ ആ ആക്സിസ് ഉണ്ടാവുമല്ലോ, ആ ആക്സിസിൽ ആ ബോയൺ ഫോഴ്സിൻ്റെ ലൈൻ മീറ്റ് ചെയ്യുന്ന ആ ഒരു പോയിൻ്റാണ്. അതായത് ഇതാണ് ഇതിൻ്റെ ആക്സിസ്. ദെൻ ബോയൺ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഈ ഒരു ലൈനിൽ കൂടെ ആണെങ്കിൽ ആ രണ്ടും കൂടെ ജോയിൻ ആവുന്ന ആ ഒരു പോയിന്റിലാണ് മെറ്റാസെൻറ്റർ എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് ആക്ട് ചെയ്യുന്നത്. മെറ്റാസെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പോയിന്റ് അബൌട്ട് വിച്ച് ദ ബോഡി സ്റ്റാർട്ട് റൊട്ടേറ്റിംഗ്. ആ ബോഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ ബോഡി റൊട്ടേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് മൂവ് ചെയ്യുന്നതൊക്കെ ആ മെറ്റാസെൻറ്ററിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അതുകൊണ്ടാണ് പറയുന്നത് സ്റ്റെബിലിറ്റി ഓഫ് എ ഫ്ലോട്ടിംഗ് ബോഡി ഈസ് ഡിറ്റർമിൻ ഫ്രം ദി പൊസിഷൻ ഓഫ് മെറ്റാസെൻറ്റർ. ഓക്കെ, ദെൻ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ
tendency for a body to return to the original upright position after it has been displaced slightly. നമ്മൾ നേരത്തെ ബോഡിൻ്റെ കേസിൽ പറഞ്ഞു, അതായത് സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ബോഡി നമ്മളൊരു ചെറിയൊരു ഫോഴ്സ് എന്തെങ്കിലും അപ്ലൈ ചെയ്യുമ്പോൾ, അതായത് അത് ചെറുതായിട്ടൊന്ന് ഡിസ്പ്ലേസ് ചെയ്ത് കഴിഞ്ഞാലും തിരിച്ച് ആ പഴയ പൊസിഷനിലേക്ക്, ഒറിജിനൽ പൊസിഷനിലേക്ക് തിരിച്ച് വരാനുള്ള ആ ഒരു ടെൻഡൻസി, അതിനെയാണ് നമ്മൾ പറയുന്നത് അതിൻ്റെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സ്റ്റേബിൾ കണ്ടീഷനിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി താഴോട്ട് ആക്ട് ചെയ്യുന്നു, ദെൻ ഫോഴ്സ് ഓഫ് ബോയോൺസി മുകളിലോട്ട് ആക്ട് ചെയ്യുന്നു. ഓക്കെ, ദെൻ നമ്മൾ ചെറിയൊരു മൊമെൻറ്റ്, അതായത് ഈ ഒരു ഡയറക്ഷനിൽ നമ്മൾ ചെറിയൊരു മൊമെൻറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ആ ബോഡി ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്യും. നമുക്കറിയാം, വെറുതെ ഇങ്ങനെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ബോഡി ആണെങ്കിലും റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞു ബോയോൺ ഫോഴ്സ് ആക്ട് ചെയ്യുക സബ്മേർജ് ചെയ്തിരിക്കുന്ന പോർഷൻ്റെ സെൻറ്ററിലാണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ ഇത്രയും പോർഷനാണ് സബ്മേർജ് ചെയ്തിരിക്കുന്നത്. സോ അതിൻ്റെ സെൻറ്ററിലാണ് ബോയോൺ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ദെൻ നമ്മളതൊന്ന് ജസ്റ്റ് ഒരു ചെറിയൊരു ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുക്കുമ്പോൾ, അതായത് ഈ ഒരു ഡയറക്ഷനിൽ ചെറിയൊരു മൊമെൻറ്റ് എന്തെങ്കിലും കൊടുക്കുമ്പോൾ ദെൻ അത് ഈ ഒരു ഡയറക്ഷനിലേക്ക് അതിന് ചെറിയൊരു റൊട്ടേഷൻ വന്നുല്ലോ. ഓക്കെ, അപ്പോൾ ദെൻ ഫ്ലോട്ട് ചെയ്തിരിക്കുന്ന, അതായത് സബ്മേർജ് ചെയ്തിരിക്കുന്ന പോർഷൻ മാറി. നമ്മൾ ഫസ്റ്റ് കണ്ടീഷനിൽ ഇങ്ങനെയായിരുന്നു സബ്മേർജ് ചെയ്തിരുന്നത്, ദെൻ ഇത് ഇങ്ങനെയായി. ഓക്കെ, ദെൻ ഇത്രയും പോർഷനാണ് അതിൽ സബ്മേർജ് ചെയ്ത് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലാണ്, അതായത് ഈ ഒരു പൊസിഷനിലായി ബോയോൺ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ആ ഒരു ഫോഴ്സ് ഓഫ് ബോയൻസിയുടെ പോയിൻ്റാണ് ബി ഡാഷ്. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞു ആക്സിസിൽ, ബോഡിയുടെ ആക്സിസിൽ ബോയോൺ ഫോഴ്സിൻ്റെ ആ ഒരു ലൈൻ ജോയിൻ ചെയ്ത് വരുന്ന ആ ഒരു പോയിന്റിലാണ് മെറ്റാ സെൻറ്റർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റിലായിരിക്കും മെറ്റാ സെൻറ്റർ വരുന്നത്. ദെൻ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റേബിൾ കണ്ടീഷൻ ആണെങ്കിൽ നമ്മളിങ്ങനെ ഒരു മൊമെൻറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഒരു കപ്പിൾ ഫോം ചെയ്യും. ആ കപ്പിൾ ഫോം ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോയോൺ ഫോഴ്സ് മുകളിലോട്ട് ആക്ട് ചെയ്യുന്നു, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി താഴോട്ട് ആക്ട് ചെയ്യുന്നു. സോ അവിടെ ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് മൊമെൻ്റ് അവിടെ ആക്ട് ചെയ്യുന്നത്. സോ നമ്മളൊരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്, ഈ ഡയറക്ഷനിലാണ് നമ്മളൊരു ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നത്. സോ ഇവിടെ രൂപപ്പെടുന്ന കപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. സോ നമ്മുടെ ആ ബോഡി, അതായത് റീസ്റ്റോറിങ് മൊമെൻ്റ് ആണ്. അപ്പോൾ അവിടെ വരുന്ന മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ അതിന് റീസ്റ്റോറിങ് മൊമെൻ്റ് എന്നാണ് പറയുന്നത്. അങ്ങനെ അതിനെ ഒറിജിനൽ അപ്രൈറ്റ് പൊസിഷനിലേക്ക് തിരിച്ചു കൊണ്ടുവരും. അതുകൊണ്ടാണ് അതിന് സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അൺസ്റ്റേബിളിൻ്റെ കേസിലാവുമ്പോൾ നമ്മൾ ചെറിയൊരു ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുക്കുമ്പോൾ, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കൊടുക്കുമ്പോൾ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന കപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. സോ ഓവർ ടേണിങ് മൊമെൻ്റ് ആണ് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ആ ബോഡി റൊട്ടേറ്റ് ചെയ്യും, അതായത് ആ ബോഡി വീഴും. ഇപ്പോൾ ഷിപ്പിൻ്റെ കേസിലാണെങ്കിൽ അത് മറിയെന്ന് പറയുമല്ലോ. ഓക്കെ, അതാണ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഓക്കെ, ദെൻ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ ഇഫ് ദ പോയിന്റ് നമ്മൾ കാണിച്ചു തന്നു എം എബോവ് ആണ്, ജിയുടെയും ബിയുടെയും എബോവ് ആണ് എം എങ്കിൽ അത് സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണ്. ദെൻ എം ഇസ് ബിറ്റ്വീൻ, ജിയുടെയും ബിയുടെയും ഇടയിലാണ് എം വരുന്നതെങ്കിൽ അതിന് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയും. ഓക്കെ, ഇഫ് ദ പോയിന്റ് എം ഇസ് എബോവ് ജി ദ ഫ്ലോട്ടിംഗ് ബോഡി വിൽ ബി ഇൻ സ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഓക്കെ, അതാണ് ഈ കണ്ടീഷൻ. എം ഇസ് എബോവ് ജി, ജി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയാണ് വരുന്നത്, ജിയുടെ എബോവ് ആണ് എം വരുന്നത്. അപ്പോൾ അത് സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണ്. ഇഫ് എ സ്ലൈറ്റ് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഗിവൺ ടു ദ ഫ്ലോട്ടിംഗ് ബോഡി ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മളൊരു ചെറിയൊരു ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കുമ്പോൾ, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കൊടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ഈ ബി ഡാഷ് എന്ന് പറയുന്ന പോയിന്റ്, ബി എന്ന് പറയുന്ന പോയിന്റ് ബി ഡാഷിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, സച്ച് ദാറ്റ് ദ വെർട്ടിക്കൽ ലൈൻ ത്രൂ ബി ഡാഷ് കട്ട്സ് എം. അതാണ് എം എന്ന് പറയുന്ന പോയിന്റ്. ആ ആക്സിസ് ലൈനിലെ ബി ഡാഷ് ലൈൻ കട്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ മെറ്റാ സെൻറ്റർ എന്ന് പറഞ്ഞത്. ഓക്കെ, ദെൻ ദ ബോയോൺ ഫോഴ്സ് എഫ് ബി ത്രൂ ബി ഡാഷ് ആൻഡ് വെയ്റ്റ് ഡബ്ല്യു ത്രൂ ജി കോൺസ്റ്റിറ്റ്യൂട്ട് എ കപ്പിൾ. അവിടെ ഒരു കപ്പിൾ ഫോം ചെയ്യും. ദെൻ ഇറ്റ് വിൽ ആക്ട് ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. സോ നമ്മൾ പറഞ്ഞു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ആ ഒരു മൊമെൻറ്റിനെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റീസ്റ്റോറിങ് മൊമെൻറ്റ് ആക്ട് ചെയ്ത് അതിന് ഒറിജിനൽ പൊസിഷനിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. ഓക്കെ, ദെൻ ബ്രിങ്ങിങ് ദ ഫ്ലോട്ടിംഗ് ബോഡി ഇൻ ദി ഒറിജിനൽ പൊസിഷൻ. അപ്പോൾ അതാണ് സ്റ്റേബിൾ കണ്ടീഷൻ. ഓക്കെ, ദെൻ അൺസ്റ്റേബിൾ കണ്ടീഷനിൽ എം ഈസ് ബിലോ ജി ആണ്. ഇതാണ് നമ്മുടെ ജി എന്ന് പറയുന്ന പോയിന്റ് വരുന്നത്. ദെൻ മെറ്റാ സെൻറ്റർ വരുന്നത് ജിയുടെ ബിലോ ആണ്. ഓക്കെ, എം ഈസ് ബിലോ ജി, ദെൻ ദ ഫ്ലോട്ടിംഗ് ബോഡി വിൽ ബി ഇൻ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഓക്കെ, ദ ഡിസ്റ്റർബിംഗ് കപ്പിൾ ഈസ് ആക്ടിങ് ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അതായത് നമ്മൾ കൊടുക്കുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള ഒരു ആംഗുലർ ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിൽ, ഓക്കെ, ദ കപ്പിൾ ഡ്യൂ ടു ദ ബോയൺ ഫോഴ്സ് ആൻഡ് എഫ് ബി, അതായത് ഇത് രണ്ടും കൂടെ ആക്ട് ചെയ്യുന്ന ആ ഒരു കപ്പിൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ല, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തന്നെ ആകുമ്പോഴാണ്
ഓവർ ടേണിംഗ് മൊമെൻറ്റ്, അതായത് രണ്ടും ഒരേ ഡയറക്ഷനിലാണ്, നമ്മൾ കൊടുക്കുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്, ദെൻ അവിടെ ആക്ട് ചെയ്യുന്ന കപ്പിളും ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. സോ ആ ബോഡി അൺസ്റ്റേബിൾ പൊസിഷനിലേക്ക് മാറും. ഓക്കെ, ദെൻ the W is acting in the couple is acting in the clockwise direction and thus the overturning the floating body, overturning of the floating body, അങ്ങനെ അത് ഓവർടേൺ ചെയ്യുന്നു. ഓക്കെ, അതാണ് അൺസ്റ്റേബിൾ കണ്ടീഷൻ. ദെൻ ന്യൂട്രൽ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ M is at the center of gravity, മെറ്റാ സെൻറ്ററും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും ഒറ്റ പോയിന്റിലായിരിക്കും, അതാണ് ന്യൂട്രൽ ഇക്വിലിബ്രിയം. ഓക്കെ, a body is said to be in a state of neutral equilibrium if a small angular displacement of the body does not set up a couple of any kind. അതായത് ന്യൂട്രൽ ഇക്വിലിബ്രിയത്തിലാവുമ്പോൾ ആ ബോഡിയുടെ ഉള്ളിൽ കപ്പിളൊന്നും ഫോം ചെയ്യില്ല, ഡസ് നോട്ട് സെറ്റ് അപ്പ് എനി കൈൻഡ് ഓഫ് കപ്പിൾ ആൻഡ് therefore the body adopts a new position. പുതിയൊരു പൊസിഷനിലേക്ക് അത് മൂവ് ചെയ്യും. നമ്മൾ ഹൊറിസോണ്ടൽ സർഫസിൽ ഒരു ബോൾ വെച്ച് ദെൻ അതിൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് നെക്സ്റ്റ് പൊസിഷനിലേക്ക് മൂവ് ചെയ്യും. നമ്മൾ നേരത്തെ ഫസ്റ്റ് തന്നെ ഇതിൽ പറഞ്ഞിരുന്നു, സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു. ഓക്കെ, അതേപോലെയാണ് ദെൻ ബോഡി അഡോപ്റ്റ്സ് എ ന്യൂ പൊസിഷൻ ഗിവൺ ടു ഇറ്റ് ബൈ ദി ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് വിത്തൗട്ട് ഐദർ റിട്ടേണിംഗ് ടു ഇറ്റ്സ് ഒറിജിൻ. തിരിച്ച് പഴയ പൊസിഷനിലേക്ക് അത് വരുന്നില്ല, പുതിയൊരു പൊസിഷനിലേക്ക് അത് മൂവ് ചെയ്യാണ്. ദെൻ ഫർദർ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഒന്നും ഉണ്ടാവുന്നില്ല, അതായത് ആ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് അതൊരു പുതിയ പൊസിഷനിലേക്ക് അത് മൂവ് ചെയ്യുന്നു, പഴയതിലേക്ക് തിരിച്ച് വരുന്നില്ല. ദെൻ ഫർദർ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഒന്നും ഇൻക്രീസും ആവുന്നില്ല. ഓക്കെ, അതാണ് ന്യൂട്രൽ ഇക്വിലിബ്രിയം. ഓക്കെ, ദെൻ ഈ 3 കണ്ടീഷൻസും എഴുതി ജസ്റ്റ് ആ ഫിഗേഴ്സ് വരച്ച് കഴിയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ 3 ഫിഗേഴ്സ് ഒരുമിച്ച് വരച്ച് കഴിഞ്ഞാൽ ആ 3 മാർക്സ് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ അതിൽ വരുന്നത് ഡിഫറൻഷിയേറ്റ് സ്ട്രീം ലൈൻ, സ്ട്രീക്ക് ലൈൻ ആൻഡ് പാത്ത് ലൈൻ. അപ്പോൾ ഓരോ ലൈനും എന്താണെന്ന് എഴുതി അതിന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ 3 മാർക്സ് കിട്ടും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ദ ഫ്ലോ പാറ്റേൺ മേ ബി ഡിസ്ക്രൈബ്ഡ് ബൈ മീൻസ് ഓഫ്, അതായത് നമ്മളൊരു ഫ്ലോ പാറ്റേൺ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യാനാണ് ഈ 3 ലൈൻസും യൂസ് ചെയ്യുന്നത്. സ്ട്രീം ലൈൻ, പാത്ത് ലൈൻ ആൻഡ് സ്ട്രീക്ക് ലൈൻ, ഈ 3 ലൈനും യൂസ് ചെയ്യുന്നത് ഫ്ലോ പാറ്റേൺ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യാനാണ്. അപ്പോൾ ഫസ്റ്റത്തെ നമുക്ക് സ്ട്രീം ലൈൻ എന്താണെന്ന് നോക്കാം. സ്ട്രീം ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇമാജിനറി കർവ് വരയ്ക്കുന്നതാണ്, അതായത് ഒരു ഫ്ലോയിങ് ഫ്ലൂയിഡിൽ നമ്മളൊരു ഇമാജിനറി കർവ് വരയ്ക്കുകയാണ്. അതെങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വരയ്ക്കുന്ന ആ ഒരു, അതായത് ഒരു ഇമാജിനറി ലൈൻ വരയ്ക്കുമ്പോൾ അതിൻ്റെ ഏതൊരു പോയിന്റിലും നമ്മൾ ആ ടാൻജൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റിയാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ത്രൂ എ flowing fluid in such a way that the tangent to it at any point gives the direction of the velocity of flow at that point. ആ പോയിന്റിലുള്ള വെലോസിറ്റിയുടെ ഡയറക്ഷനാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അതായത് നമ്മൾ ഏതൊരു ഫ്ലോയിങ് ഫ്ലൂയിഡിനും ഈ ഒരു ഇമാജിനറി കർവ് വരച്ച് കഴിഞ്ഞാൽ ഓക്കെ, ദെൻ ആ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്ത് അതിനൊരു ടാൻജൻറ്റ് വരച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ആയിരിക്കും കാണിക്കുക, അതാണ് സ്ട്രീം ലൈൻ. ഓക്കെ, ദെൻ സ്ട്രീം ലൈൻസ് ഡു നോട്ട് ഇൻ്റർസെക്റ്റ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതെങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഇപ്പോൾ ഇങ്ങനെ ഒരു ഇമാജിനറി കർവ് നമ്മൾ വരച്ചു. ഓക്കെ, അപ്പോൾ അതിൻ്റെ വെലോസിറ്റി വെക്ടർ ഇങ്ങനെയാണ് പോകുന്നത്, വെലോസിറ്റി വെക്ടർ പോകുന്നത് ഇങ്ങനെയാണ്. ദെൻ ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റിൽ തന്നെ വെലോസിറ്റിക്ക് 2 ഡയറക്ഷനാണ് വരുന്നത്. അപ്പോൾ അത് പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് സ്ട്രീം ലൈൻസ് ഡു നോട്ട് ഇൻ്റർസെക്റ്റ് എന്ന്. അതായത് ആ ഒരൊറ്റ പോയിന്റിൽ 2 വെലോസിറ്റി ഡയറക്ഷൻ പോസിബിൾ അല്ല. സോ സ്ട്രീം ലൈൻസ് ഡു നോട്ട് ഇൻ്റർസെക്റ്റ്. അറ്റ് വൺ പോയിന്റ് ദ ഫ്ലോ വെലോസിറ്റി ഈസ് ഓൾവേസ് ക്ലിയർലി ഡിഫൈൻഡ് ആണ്. സോ cannot have 2 directions and would be the case at an intersection. അതായത് ഇൻ്റർസെക്ഷനിലെ കേസിലാണ് അത് അങ്ങനെ വരിക. അപ്പോൾ ആ പോയിന്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർലി വെലോസിറ്റി എല്ലാ പോയിന്റിലും ക്ലിയർലി ഡിഫൈൻഡ് ആയിരിക്കും. സോ ഒരൊറ്റ പോയിന്റിൽ തന്നെ 2 ഡയറക്ഷൻ പോസിബിൾ അല്ല. സോ 2 സ്ട്രീം ലൈൻസ് എന്തായാലും ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. ഓക്കെ, ദെൻ പാത്ത് ലൈൻസ് എന്താണെന്ന് നോക്കാം. പാത്ത് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്ന ആ ഒരു ഫ്ലൂയിഡ് ഒരു പോയിന്റിൽ നിന്ന് മൂവ് ചെയ്യുന്ന അതിൻ്റെ ആ ഒരു പാത്തിനെയാണ് നമ്മൾ പാത്ത് ലൈൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു ചെറിയൊരു ടൈം പീരീഡിൻ്റെ ഉള്ളിൽ ഫ്ലൂയിഡ് എങ്ങനെയാണ് മൂവ് ചെയ്തത് ആ ഒരു പാത്ത് നമ്മൾ ഡ്രോ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് അതിൻ്റെ പാത്ത് ലൈൻ എന്ന് പറയുന്നത്. പാത്ത് ലൈൻ മേ ബി ഡിഫൈൻഡ് ആസ് ദ ലൈൻ ട്രേസ്ഡ് ബൈ ദി സിംഗിൾ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ. അതായത് ആ ഒരു ഫ്ലൂയിഡ് മൂവ് ചെയ്യുന്ന അതിൻ്റെ ആ ഒരു പാത്ത്. ഓക്കെ, ഓരോ പീരീഡ് ഓഫ് ടൈം, ഒരു ചെറിയ ടൈം പീരീഡിൻ്റെ ഉള്ളിൽ അതെങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, ആ ഒരു പാർട്ടിക്കിളിൻ്റെ പാത്ത് എങ്ങനെയാണ് പോകുന്നത്, അത് നമ്മൾ വരയ്ക്കുന്നതിനെയാണ് അതിൻ്റെ പാത്ത് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, എ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ഓൾവേസ് മൂവ് ടാൻജൻറ്റ് ടു ദ സ്ട്രീം ലൈൻ. നമ്മൾ പറഞ്ഞു സ്ട്രീം ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ട്രീം ലൈൻ ഒരു ഇമാജിനറി കർവാണ്, അതിൽ വരയ്ക്കുന്ന ടാൻജൻറ്റ് വെലോസിറ്റിയുടെ ഡയറക്ഷനിലാണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, സോ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ഓൾവേസ് മൂവ് ടാൻജൻറ്റ് ടു ദ സ്ട്രീം ലൈൻ. വെലോസിറ്റിയുടെ ഡയറക്ഷനിലാണല്ലോ അത് മൂവ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട്
സ്ട്രീം ലൈനിന് ടാൻജൻ്റ് ആയിട്ടാണ് എപ്പോഴും ഫ്ലൂയിഡ് മൂവ് ചെയ്യുക. ഓക്കെ, ആൻഡ് ഇൻ ദ കേസ് ഓഫ് സ്റ്റഡി ഫ്ലോ സിൻസ് ദർ ഇസ് നോ ചേഞ്ച് ഇൻ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി, അതായത് സ്റ്റഡി ഫ്ലോയിൻ്റെ കേസിലാവുമ്പോൾ വെലോസിറ്റി ചേഞ്ച് വരുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ പാത്ത് ലൈൻസും സ്ട്രീം ലൈൻസും ഐഡൻറ്റിക്കൽ ആയിരിക്കും, രണ്ടും സെയിം ആയിരിക്കുന്നു. ഓക്കെ, ദെൻ അൺസ്റ്റഡിയുടെ കേസിൽ നമുക്ക് പറയാൻ എങ്ങനെയാണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, അത് രണ്ടും ഡിഫറെൻറ്റ് ഡയറക്ഷൻ ഇതിലായിരിക്കും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം അൺസ്റ്റഡിയുടെ കേസിൽ. ഓക്കെ, ഹവെവർ ഇൻ അൺസ്റ്റഡി ഫ്ലോ സിൻസ് ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി വെക്റ്റർ അറ്റ് എനി പോയിന്റ് മേ ചേഞ്ച് വിത്ത് ടൈം, സോ സ്ട്രീം ലൈൻസ് മേ ഷിഫ്റ്റ് ഇൻ സ്പേസ് ഫ്രം ഇൻസ്റ്റൻറ്റ് ടു ഇൻസ്റ്റൻറ്റ്. സോ രണ്ടും ഐഡൻറ്റിക്കൽ ആയിരിക്കില്ല അൺസ്റ്റഡി ഫ്ലോയുടെ കേസിൽ. സ്റ്റഡി ഫ്ലോയുടെ കേസിലാണ് സ്ട്രീം ലൈൻസും പാത്ത് ലൈൻസും ഐഡൻറ്റിക്കൽ ആയിരിക്കാം. ഓക്കെ, ജസ്റ്റ് ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇഞ്ചക്ഷൻ പോയിന്റിൽ നിന്ന് ഒരു ഫ്ലൂയിഡ് മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഓരോ സെക്കൻഡിലുള്ള ആ ഒരു പാത്തിനെയാണ് ഈ ഒരു ഡോട്ടഡ് ലൈൻസ് കൊണ്ട് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, പാത്ത് ലൈൻസ് ആണ് ഡോട്ടഡ് ലൈൻസിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സെക്കൻഡിൽ ഇത് മൂവ് ചെയ്യുന്നത്, ഓക്കെ, തേർഡ് സെക്കൻഡിൽ, ഫോർത്ത് സെക്കൻഡിൽ, അങ്ങനെ അതിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് പാത്ത്, ആ ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ഏതൊരു പാത്തിലൂടെയാണ് മൂവ് ചെയ്യുന്നതെന്ന് കാണിക്കുന്ന ആ ഒരു ലൈനാണ് പാത്ത് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് സ്ട്രീക്ക് ലൈൻ നോക്കാം. സ്ട്രീക്ക് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫിഗർ വെച്ച് തന്നെ അതിൻ്റെ എക്സാമ്പിൾ കാണിക്കാം. നമ്മൾ പറഞ്ഞു ഇതാണ് പാത്ത് ലൈൻ എന്ന് പറഞ്ഞു. ഓക്കെ, ദെൻ സ്ട്രീക്ക് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു 10 സെക്കൻഡ്സ് ടൈം എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് ഇൻജെക്റ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ദെൻ ഫസ്റ്റ് സെക്കൻഡിൽ ഈ ഒരു പാർട്ടിക്കിൾ ഇവിടെ എത്തി, സെക്കൻഡ് പാർട്ടിക്കിൾ ഇവിടെ എത്തിയുള്ളൂ, തേർഡ് പാർട്ടിക്കിൾ ഇവിടെ എത്തിയുള്ളൂ. ദെൻ ഈ ഒരു പോയിന്റ്സ് ഒക്കെ ജോയിൻ ചെയ്ത് നമ്മൾ വരയ്ക്കുന്ന ആ ഒരു ലൈനിനെയാണ് നമ്മൾ സ്ട്രീക്ക് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അത് പറഞ്ഞു ഫസ്റ്റ് സെക്കൻഡിൽ ഈ പോയിന്റ്, അതായത് ഈ ഒരു പാർട്ടിക്കിൾ ഇവിടെയാണെന്ന് പറഞ്ഞു, രണ്ടാമത്തെ സെക്കൻഡിൽ ഇവിടെയാണെന്ന് പറഞ്ഞു, ദെൻ തേർഡ് സെക്കൻഡിൽ ഇവിടെയാണെന്ന് പറഞ്ഞു. ഓക്കെ, ഇത് ഫസ്റ്റ് പാർട്ടിക്കിളിൻ്റെ കേസിൽ. ദെൻ സെക്കൻഡ് പാർട്ടിക്കിളിൻ്റെ കേസിൽ പോയിന്റ് രണ്ടാമത്തെ സെക്കൻഡിൽ ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ ദെൻ ഈ ലൈൻസ് ജോയിൻ ചെയ്ത് വരയ്ക്കുന്നതാണ് സ്ട്രീക്ക് ലൈൻ എന്ന് പറയുന്നത്. സ്ട്രീക്ക് ലൈൻ. ഓക്കെ, ദെൻ ഈ ഒരു ലൈനാണ് തേർഡ് സെക്കൻഡ് ജോയിൻ ചെയ്ത് വരയ്ക്കുന്നതാണ് നെക്സ്റ്റ് സ്ട്രീക്ക് ലൈൻ. ദെൻ ഫോർത്ത് സെക്കൻഡിലെ സ്ട്രീക്ക് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫോർത്ത് സെക്കൻഡ് ആയിരിക്കുമ്പോൾ പാർട്ടിക്കിൾ എവിടെയാണ്, ഓരോ പാർട്ടിക്കിൾസും ഏതൊക്കെ പൊസിഷനിലാണ്, സെയിം ടൈമിൽ, അതായത് സെയിം ടൈമിലാണ് ഓരോ 0 to 10 സെക്കൻഡ്, 0 ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്തു. ദെൻ 10 സെക്കൻഡ്സ് കഴിയുമ്പോൾ ഓരോ പാർട്ടിക്കിൾസും ഏതൊക്കെ പൊസിഷനിലെത്തി, ദെൻ ആ പോയിന്റ്സ് ഒക്കെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്നതാണ് ആ ഒരു സ്ട്രീക്ക് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഈ ഒരു എക്സാമ്പിളിൽ നിന്ന് നമുക്ക് രണ്ട് പാത്ത് ലൈനും സ്ട്രീക്ക് ലൈനും മനസ്സിലാവുമെന്ന് വിചാരിക്കാം. ഓക്കെ, പാത്ത് ലൈൻ നമ്മൾ പറഞ്ഞു ജസ്റ്റ് ആ ഒരു പാത്ത് വരയ്ക്കുന്നതാണ്. സ്ട്രീക്ക് ലൈൻ അങ്ങനെയല്ല. സ്ട്രീക്ക് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടൈം ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിൽ എത്ര വരെ എത്തി, ഓരോ പാർട്ടിക്കിളും ആ ഒരു ടൈം ഇൻ്റർവെല്ലിൽ എവിടെ വരെ എത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോയിന്റ്സ് ജോയിൻ ചെയ്ത് വരയ്ക്കുന്നതാണ് സ്ട്രീക്ക് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇൻ അൺസ്റ്റഡി ഫ്ലോ സ്ട്രീക്ക് ലൈൻ അറ്റ് എനി ഇൻസ്റ്റന്റ് ഇസ് ദി ലോക്കസ് ഓഫ് n points of particle paths that started at the instant the particle passed through the injection point. Same instant start ചെയ്ത particles ആണ്. Okay, then at any instant the locus of n points of particle path. ആ പാത്ത് ലൈൻ്റെ നമ്മൾ n പോയിന്റ്സ് ഫസ്റ്റ് സെക്കൻഡിൽ ഇത്രയാണ്, ദെൻ സെക്കൻഡ് സെക്കൻഡിൽ ഇത്രയാണ്. ഓക്കെ, ദെൻ ആ സെക്കൻഡിലെ പോയിന്റ്സ് ഒക്കെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്നത്. അതേപോലെ തേർഡ് സെക്കൻഡിൽ, ദെൻ 10th സെക്കൻഡിൽ ജസ്റ്റ് ഇവിടെയാണ് വരുന്നത്, ഇവിടെ രണ്ടാമത്തെ, ഇവിടെ 3, ഇവിടെ 4, ഇവിടെ 5, 6. ദെൻ ഈ പോയിന്റ്സ് ഒക്കെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്നതാണ് സ്ട്രീക്ക് ലൈൻ. ഓക്കെ, അതാണ് പാത്ത് ലൈനും സ്ട്രീക്ക് ലൈനും തമ്മിലുള്ള വ്യത്യാസം. പാത്ത് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ പാത്താണ് വരച്ചു പോകുന്നത്. ഓക്കെ, ഇൻ എക്സ്പെരിമെൻ്റൽ വർക്ക് നമ്മളൊരു ഡൈ കളർ ഓർ എ ഡൈ ഓർ സം അതർ സബ്സ്റ്റൻസ് ഇസ് ഇഞ്ചക്റ്റഡ് ടു ദ ഫ്ലോയിങ് ഫ്ലൂയിഡ് ഇൻ ഓർഡർ ടു ട്രേസ് ദ മോഷൻ ഓഫ് ദ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കളർ ഓർ ഡൈ ഈസ് ഇഞ്ചക്റ്റഡ് ഇൻ ടു ദ ഫ്ലോയിങ് ഫ്ലൂയിഡ്. അങ്ങനെ നമുക്ക് ആ ഒരു ലൈൻ്റെ നമുക്ക് ആ ഒരു ഇഞ്ചക്ട് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ പാർട്ടിക്കിൾസ് എവിടെ വരെ എത്തി, ആ ഒരു ടൈമിൽ നോക്കുമ്പോൾ എവിടെ വരെ എത്തി നമുക്ക് മനസ്സിലാവുമല്ലോ. അതാണ് എക്സ്പെരിമെൻ്റലായിട്ട് ഇത് ചെയ്യാനുള്ള ഒരു എളുപ്പവഴി. ഓക്കെ, ദെൻ ആ റിസൾട്ടിങ് ട്രെയിൽ ഓഫ് കളറാണ് സ്ട്രീക്ക് ലൈൻ ഓർ ഫിലമെൻ്റ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇൻ സ്റ്റഡി ഫ്ലോയിൻ്റെ കേസിലാവുമ്പോൾ നമ്മുടെ സ്ട്രീം ലൈനും പാത്ത് ലൈനും സ്ട്രീക്ക് ലൈനും സെയിം ആയിരിക്കും. അതാണ് ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ഇൻ സ്റ്റഡി ഫ്ലോ സിൻസ് ദർ ഇസ് നോ ചേഞ്ച് ഇൻ ഫ്ലോ പാറ്റേൺ സ്ട്രീക്ക് ലൈൻ ഈസ് സെയിം ആസ് സ്ട്രീം ലൈൻ ആൻഡ് പാത്ത് ലൈൻ ഓഫ് ദി പാർട്ടിക്കിൾ. അതായത് ആ 3 ലൈനും സ്റ്റഡി ഫ്ലോയുടെ കേസിൽ സെയിം ആയിരിക്കും, സെയിം ഐഡൻറ്റിക്കൽ ആയിരിക്കും 3 ലൈനും. ഓക്കെ, ഇതാണ് ആ 3 ലൈൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞത്.
ഓക്കെ, ദെൻ നമുക്ക് പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻ നോക്കാം. പാർട്ട് ബിയിൽ 13th ക്വസ്റ്റ്യന് എയും ബിയും ഉണ്ട്. ദെൻ ഇത് നമുക്കറിയാം ഓർ ക്വസ്റ്റ്യൻ ആണ്. 13th എയും ബിയും നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ടോട്ടൽ 14 മാർക്സ് കിട്ടാം. ദെൻ ഇതിനൊരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, അതിന് 14 മാർക്സ് ആയിരിക്കും. അപ്പോൾ നമുക്ക് 2 ക്വസ്റ്റ്യനും വായിച്ച് നോക്കി ഏതാണ് ഈസിയസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്ത് നമുക്ക് സോൾവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ വെലോസിറ്റി കമ്പോണൻറ്റ് ഇൻ എ 2D ഇൻകംപ്രസിബിൾ ഫ്ലോ ഫീൽഡ് യു ഇസ് ഈക്വൽ ടു, അതായത് വെലോസിറ്റി എക്സ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്, y³ + 2x - x²y ആൻഡ് v വെലോസിറ്റി ഇൻ y ഡയറക്ഷൻ തന്നിട്ടുണ്ട്, xy² - 2y - x³ 3. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഡിറ്റർമിൻ ദി ആക്സിലറേഷൻ അറ്റ് പോയിന്റ് P1,3. ഈ ഒരു പോയിന്റിലെ ആക്സിലറേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഇൻ 3D കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, 9 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം 5 മാർക്സിൻ്റെ 13A ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യനിൽ നമുക്ക് u = y³ + 2x - x²y തന്നിട്ടുണ്ട്, ദെൻ v തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം അതൊക്കെ എടുത്ത് എഴുതുക. ദെൻ ആക്സിലറേഷൻ ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. റിസൾട്ടൻ്റ് ആക്സിലറേഷൻ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ ആദ്യം എക്സ് ഡയറക്ഷനിലുള്ള ആക്സിലറേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം, ദെൻ വൈ ഡയറക്ഷനിലുള്ള ആക്സിലറേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ദെൻ അതിൻ്റെ റിസൾട്ടൻ്റ് ആക്സിലറേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് രണ്ടും സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്ത് അതിൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ടൻ്റ് ആക്സിലറേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് AX ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ AXൻ്റെ ഇക്വേഷൻ വരുന്നത് u × ∂u/∂x + v × ∂u/∂y. ദെൻ AYയുടെ ഇക്വേഷൻ വരുന്നത് u × ∂v/∂x + v × ∂v/∂y ആണ്. ഇത് ജസ്റ്റ് നമുക്ക് എക്സാമിന് ഈസി പെട്ടെന്ന് ഈ ഇക്വേഷൻ മറന്നു പോകാണ്ടിരിക്കാൻ ഒരു ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ u × ∂u/∂x v × ∂v/∂y അത് രണ്ടിലും സെയിം ആണ്. ഓക്കെ, എക്സ് ഡയറക്ഷനിലാവുമ്പോൾ വെലോസിറ്റി നമുക്കറിയാം u ആണ്. ഓക്കെ, ആ ഒരു u ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദെൻ വൈ ഡയറക്ഷനിലാവുമ്പോൾ വെലോസിറ്റി v ആണ്, ആ വെലോസിറ്റി ആണ് ഇവിടെ രണ്ടെണ്ണത്തിൽ എഴുതിയിരിക്കുന്നത്. സോ u × ∂v/∂x + v × ∂v/∂y രണ്ടിലും ഈക്വൽ ആണ്. ഫസ്റ്റ് കണ്ടീഷനിൽ ഇവിടെ u എഴുതുന്നു, സെക്കൻഡിലാവുമ്പോൾ u × ∂v/∂x + v × ∂v/∂y. ഓക്കെ, സെക്കൻഡിലാവുമ്പോൾ ഇവിടെ v എഴുതണം. ആ ഒരു ചേഞ്ച് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഈ ഇക്വേഷൻ ഈസി ആയിട്ട് നമുക്ക് ഓർത്തിരിക്കാമെന്ന് പറയാമായിരുന്നു. ഓക്കെ, ദെൻ നമുക്ക് യുവും വിയും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ∂u/∂x ഉം ∂u/∂y ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം AX കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ∂u/∂x ചെയ്യാം. ∂u/∂x അപ്പോൾ വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷനിൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടേം y³ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 ആണ് വരിക. ഓക്കെ, ദെൻ പ്ലസ് 2x വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2 ആണ് വരുന്നത്. ഓക്കെ, ദെൻ -x²y വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ x² ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2x ആണ് വരുന്നത്. ദെൻ y. ഓക്കെ, ദെൻ ∂u/∂y യുവിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു y ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് ടേം വരാം y³ y³ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 3y²/3 ആണ് വരാം, പ്ലസ് 2x 0 ആണ്. ദെൻ -x²y വിത്ത് റെസ്പെക്ട് ടു y ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ -x² ആണ് വരാം. ഓക്കെ, അപ്പോൾ y² - x² ആണ് ∂u/∂y വരുന്നത്. ∂u/∂x വരുന്നത് 2 - 2xy ആണ്. ഓക്കെ, ദെൻ പോയിന്റ് പിയിൽ വരുന്ന വെലോസിറ്റി u എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ പോയിന്റ് പി എന്ന് പറഞ്ഞാൽ 1,3 എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ്. എക്സ് ഡയറക്ഷനിൽ 1ഉം y ഡയറക്ഷനിൽ 3ഉമാണ്. ഓക്കെ, ദെൻ വെലോസിറ്റി നെക്സ്റ്റ് ഡയറക്ഷൻ എന്താ വരാൻ നോക്കാം. y³ 3 ആണ്. ഓക്കെ, അപ്പോൾ ദെൻ 3³ 3 + 2 × x1 ആണ് -x²y 1² × 3. സിമിലർലി v നോക്കുമ്പോൾ xy² ആണ്. x എന്ന് പറയുന്നത് 1 ആണ്. ദെൻ y² 3² ആണ് -2 × y 3 ആണ്. ഓക്കെ, ദെൻ -x³ 3 ആണ്. ഓക്കെ, അപ്പോൾ 1³ 3 ആണ്. അപ്പോൾ നമുക്ക് u കിട്ടുന്നുണ്ടായിരിക്കാം
യു കിട്ടുന്നുണ്ടായിരിക്കുക 8 യൂണിറ്റ്സ് ആണ്. ദെൻ വി കിട്ടുന്നുണ്ടായിരിക്കുക 8/3 ആണ്. ഓക്കെ, ദെൻ ഡോ യു ബൈ ഡോ എക്സ്. ഡോ യു ബൈ ഡോ എക്സിൽ നമ്മൾ എക്സും വൈയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ് 1ഉം ഓക്കെ 2 മൈനസ് 2 ഇൻറ്റു 1 ഇൻറ്റു 3 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ വരുന്നുണ്ടായിരിക്കാം 2 മൈനസ് 6 ആണ്. അപ്പോൾ -4 യൂണിറ്റ്സ് ആണ് നമുക്ക് ആൻസർ വരുന്നുണ്ടായിരിക്കാം. സിമിലർലി വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ നമ്മൾ ചെയ്യുമ്പോൾ 3 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ ദെൻ 9 മൈനസ് 1 8 യൂണിറ്റ്സ് ആണ്. ഓക്കെ, ദെൻ നമ്മൾ ഈ ഫൈൻഡ് ഔട്ട് ചെയ്തതൊക്കെ ആ എ എക്സിൻ്റെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എ എക്സ് എന്താണെന്ന് കിട്ടും. എ എക്സ് എന്ന് പറയുമ്പോൾ യു നമ്മൾ പറഞ്ഞു 8 ആണ്. ഓക്കെ, അപ്പോൾ ദെൻ 8 ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത് -4 ആണ്. ഓക്കെ, -4 പ്ലസ് വി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത് 8/3 ആണ്. 8/3 ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത് 8 ആണ്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് എ എക്സ് വരുന്നുണ്ടായിരിക്കാം -10.66 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എ എക്സ് വരുന്നത് ഇങ്ങനെയായിരിക്കും. ദെൻ എ വൈയിൽ നമുക്ക് ഡോ വി ബൈ ഡോ എക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഡോ വി ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ദെൻ ഡോ വി ബൈ ഡോ എക്സ് എക്സ് വൈ സ്ക്വയർ ടേമിന് വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വരാം വൈ സ്ക്വയർ ആണ്. ദെൻ 0 ആണ്. 2y നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 0 ആണ് കിട്ടാം. ദെൻ മൈനസ് x³/3 നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ x³ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 3x² ആണ് /3. ഓക്കെ, അപ്പോൾ വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ് ഡോ വി ബൈ ഡോ എക്സ് വരുന്നത്. ദെൻ ഡോ വി ബൈ ഡോ വൈ വിത്ത് റെസ്പെക്ട് ടു വൈ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് XY² ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാം 2xy ആണ്. ഓക്കെ, എക്സിനെ ഡിഫറൻഷിയേറ്റ് എക്സ്, ദെൻ വൈ സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2y, അതാണ് 2xy. ദെൻ സെക്കൻഡ് ടേം -2y ആണ്. നമ്മൾ അതിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് -2 ആണ് കിട്ടാം. ഓക്കെ അല്ലേ? ഓക്കെ, ദെൻ നമ്മൾ പോയിന്റ് P1,3 ആണ് തന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ y² - x², 3² - 1² ആണ്. സോ 8 ആയിരിക്കും. ദെൻ 2xy - 2 ആണ്. 2 ഇൻറ്റു 1 ഇൻറ്റു 3 -2. ഓക്കെ, അപ്പോൾ ദെൻ 4 ആയിരിക്കും വരാം. ഓക്കെ, അപ്പോൾ ദെൻ എ വൈ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി യു നമ്മൾ ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്തിരുന്നു. യു നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത് 8 യൂണിറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ 8 ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ്. ഡോ വി ബൈ ഡോ എക്സ് വരുന്നത് 8 ആണ്. പ്ലസ് വി ഇൻറ്റു ഡോ വി ബൈ ഡോ വൈ. വി നമ്മൾ 8/3 ആണ് ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ 8/3 ഇൻറ്റു ഡോ വി ബൈ ഡോ വൈ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത് 4 ആണ്. 4. ഓക്കെ, നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എ വൈയുടെ ആൻസർ വരുന്നുണ്ടായിരിക്കാം 74.66 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എ എക്സും ഫൈൻഡ് ഔട്ട് ചെയ്തു, എ വൈയും ഫൈൻഡ് ഔട്ട് ചെയ്തു. നമുക്ക് റിസൾട്ടൻ്റ് ആക്സലറേഷൻ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ എ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ എയുടെ റിസൾട്ടൻ്റ് ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ ax² പ്ലസ് ay². ദെൻ അത് ആഡ് ചെയ്ത് അതിൻ്റെ റൂട്ട് എടുക്കുമ്പോഴാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ a = √(ax - 10.66) whole square plus 74.66 whole square. ഓക്കെ, അപ്പോൾ ദെൻ ഇത് സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്ത് അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് ആൻസർ വരുന്നുണ്ടായിരിക്കാം 75.42 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് റിസൾട്ടൻ്റ് ആക്സിലറേഷൻ വരെ ഫൈൻഡ് ഔട്ട് ചെയ്താലാണ് നമുക്ക് ആ ടോട്ടൽ 5 മാർക്സ് കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് 13B ക്വസ്റ്റ്യൻ നോക്കാം. 13B ക്വസ്റ്റ്യനിൽ ഡിറൈവ് ദി കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഇൻ 3D കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് ആണ്. 9 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക്
കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അതൊരു മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണ്. പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ മാസിൽ എന്താ പറയുക, മാസ് ഇസ് നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ആണ്. അതായത് നമ്മളിപ്പോൾ ഒരു സിസ്റ്റത്തിൻ്റെ ഉള്ളിലേക്ക് ഒരു മാസ്, അതായത് എത്ര മാസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത്രത്തോളം മാസ് ലീവ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആ മാസ് ഇസ് നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ആണ് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഓക്കെ, അപ്പോൾ ദെൻ നമ്മൾ ഈ ഒരു പൈപ്പ് സെക്ഷൻ എടുത്ത് ഇവിടെ ഫസ്റ്റ് സെക്ഷൻ എടുത്തു. ഓക്കെ, അപ്പോൾ ഈ ഒരു പോർഷനിൽ കൂടെ മൂവ് ചെയ്യുന്ന ആ ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് ρ1 ആണ്. ഓക്കെ, ദെൻ ഇവിടുത്തെ ഏരിയ പറയുന്നത് A1 ആണ്, ഫസ്റ്റ് സെക്ഷനിലെ ഏരിയ. ഓക്കെ, ദെൻ അവിടുത്തെ വെലോസിറ്റി V1 ആണ്, ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി ആ ഒരു സെക്ഷനിൽ V1 ആണ്. അതേപോലെ സെക്കൻഡ് സെക്ഷൻ 2 എടുത്തു, അവിടുത്തെ ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി വരുന്നത് ρ2 ആണ്. അവിടെ ഈ ഒരു സെക്ഷനിലെ ഏരിയ വരുന്നത് A2 ആണ്. അതേപോലെ ഈ ഒരു സെക്ഷനിലെ വെലോസിറ്റി, ആ ഒരു ഫ്ലൂയിഡ് ലീവ് ചെയ്യുന്ന വെലോസിറ്റി പറയുന്നത് V2 ആണ്. ഓക്കെ, അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പ്രകാരം മാസ് ഫ്ലോ റേറ്റ് അറ്റ് എനി സെക്ഷൻ വിൽ ബി ഈക്വൽ. അപ്പോൾ ഫസ്റ്റ് സെക്ഷനിലെ മാസ് ഫ്ലോ റേറ്റ് ആണ് ρ1 A1 V1. മാസ് ഫ്ലോ റേറ്റ് നമുക്കറിയാം, മാസ് ഫ്ലോ റേറ്റ് കിലോഗ്രാം പെർ സെക്കൻഡ് ആണ് യൂണിറ്റ് വരുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ρ1 ഡെൻസിറ്റിയുടെ യൂണിറ്റ് നമുക്കറിയാം, മാസ് ബൈ വോളിയം ആണ്, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മീറ്റർ സ്ക്വയർ ആണ്. ദെൻ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേംസ് എല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം മീറ്റർ സ്ക്വയർ ഇൻറ്റു മീറ്റർ ക്യൂബ് ആണ്. സോ ഇത് രണ്ടും കട്ട് ചെയ്ത് പോയി. സോ കിലോഗ്രാം പെർ സെക്കൻഡ് തന്നെയാണ് യൂണിറ്റ് വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ മാസ് ഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ρ1 A1 V1 ആണ് ഫസ്റ്റ് സെക്ഷനിൽ. ദെൻ മാസ് ഫ്ലോ റേറ്റ് അറ്റ് സെക്കൻഡ് സെക്ഷൻ വരുന്നത് ρ2 A2 V2 ആണ്. ഓക്കെ, അപ്പോൾ മാസ് ഫ്ലോ റേറ്റ് അറ്റ് സെക്ഷൻ 1 ഇസ് ഈക്വൽ ടു ρ1 A1 V1 ആണ്. ദെൻ സെക്കൻഡ് സെക്ഷൻ ρ2 A2 V2 ആണ്. ഓക്കെ, അപ്പോൾ അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, മാസ് ഫ്ലോ റേറ്റ് അറ്റ് സെക്ഷൻ 1 വിൽ ബി ഈക്വൽ ടു ദി മാസ് ഫ്ലോ റേറ്റ് അറ്റ് സെക്ഷൻ 2. അപ്പോൾ ρ1 A1 V1 ഈസ് ഈക്വൽ ടു ρ2 A2 V2 ആയിരിക്കും. ഓക്കെ, ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിൽ പറയുന്നത്. ഇനി ഇൻകംപ്രസിബിൾ ആണെങ്കിൽ ഈ റോ1ഉം റോ2ഉം ഈക്വൽ ആയിരിക്കും. സോ A1 V1 ഇസ് ഈക്വൽ ടു A2 V2. ഈ ഒരു ഇക്വേഷൻ ആയിരിക്കും നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷൻ ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഇക്വേഷൻ നമുക്ക് കണ്ടുവരിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ρ1 A1 V1 ആണ് മാസ് ഫ്ലോ റേറ്റിൻ്റെ ഇക്വേഷൻ വരുന്നുണ്ടായിരിക്കാം. ഇനി നമുക്ക് 3D കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമുക്ക് കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. അപ്പോൾ അതിനാദ്യം തന്നെ നമ്മളൊരു റെക്ടാങ്കുലർ എലമെൻറ്റ് കൺസിഡർ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ കൺസിഡർ എ റെക്ടാങ്കുലർ എലമെൻറ്റ് ഓഫ് സൈഡ്സ് dx ഇൻ എക്സ് ഡയറക്ഷൻ. എക്സ് ഡയറക്ഷനിൽ dx ഡിസ്റ്റൻസ് dxഉം y ഡയറക്ഷനിൽ dyയും z ഡയറക്ഷനിൽ dz ആണ് ലെങ്ത് വരുന്നത്. ഓക്കെ, ദെൻ എക്സ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി uവും y ഡയറക്ഷനിലുള്ള വെലോസിറ്റി vയും ദെൻ z ഡയറക്ഷനിലുള്ള വെലോസിറ്റി w ആണ്. ഓക്കെ, ഈ ഒരു റെക്ടാങ്കുലർ എലമെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്തു. ദെൻ ഈ ഒരു സൈഡിൽ കൂടെ ABCD എന്ന് പറയുന്ന ഈ ഒരു സൈഡിൽ കൂടെയാണ് നമ്മുടെ ഫ്ലൂയിഡ് എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ EFGH എന്ന് പറയുന്ന ഈ ഒരു സൈഡിൽ കൂടെയാണ് ലീവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 10 kg/s മാസ് ഫ്ലോ റേറ്റ് 10 kg/s ഇതിലൂടെ എൻ്റർ ചെയ്തു. 8 kg/s ആണ് ലീവ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ റിമെയിൻ ചെയ്യുന്ന ഫ്ലൂയിഡ് മാസ് എത്രയായിരിക്കും? 10/10 - 8 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും ഈ ഒരു റെക്ടാങ്കുലർ എലമെൻറ്റിൽ റിമെയിൻ ചെയ്യുന്ന ആ ഒരു ഫ്ലൂയിഡ് മാസ്. അതായത് 2 kg/s ആയിരിക്കും ഇതിൻ്റെ ഉള്ളിൽ റിമെയിൻ ചെയ്യുന്നുണ്ടായിരിക്കാം. എത്രത്തോളം മാസ്, അതായത് എത്രത്തോളം മാസ് ഫ്ലോ റേറ്റ് ആണ്, മാസ് ഫ്ലോ ഏതാണ് എൻ്റർ ചെയ്തത്, ദെൻ എത്രയാണ് ലീവ് ചെയ്തത്, അതിൻ്റെ ഡിഫറൻസ് ആയിരിക്കും അവിടെ റിമെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. സിമ്പിൾ മാത്സ് ആണ്, നമുക്കറിയാം. ഓക്കെ, അപ്പം നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിൽ എത്രത്തോളം മാസ് എൻ്റർ ചെയ്യുന്നുണ്ടോ അത്രത്തോളം തന്നെ ലീവ് ചെയ്യും. ഓക്കെ, ദെൻ 10 kg/s എൻ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ 8 kg/s ആണ് ലീവ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ അതിൻ്റെ റെക്ടാങ്കുലർ എലമെൻറ്റിൽ റിമെയിൻ ചെയ്യുന്ന ഫ്ലൂയിഡ് മാസ് എന്ന് പറയുമ്പോൾ അപ്പം 2 kg/s ആയിരിക്കും. ഓക്കെ, അതായത് വേറെ എവിടത്തേക്കും പോകുന്നില്ല. അതായത് ഇത്ര എൻ്റർ ചെയ്തു, 2 kg/s ഇവിടെ റിമെയിൻ ചെയ്തു, 8 kg/s ആണ് ലീവ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ
the fluid mass enters the region per unit time minus fluid mass leaves the region per unit time. 10 minus 8 നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് നെറ്റ് ഫ്ലൂയിഡ് മാസ് റിമൈൻഡ് ഇൻ ദി റെക്ടാങ്കുലർ എലമെൻ്റ് ആണ് കിട്ടുന്നത്. ഓക്കെ, അതാണ് ഇവിടെ ഫ്ലൂയിഡ് മാസ് എൻറ്റേഴ്സ് ദ റീജിയൻ പെർ യൂണിറ്റ് ടൈം മൈനസ് ഫ്ലൂയിഡ് മാസ് ലീവ്സ് ദ റീജിയൻ പെർ യൂണിറ്റ് ടൈം ചെയ്തപ്പോൾ നമുക്ക് കിട്ടുക നെറ്റ് മാസ് റിമൈൻഡ് ഇൻ ദ എലമെൻ്റ് ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ the rate of increase of the fluid mass contained within the region is equal to the net mass remained in the fluid. Okay, net mass remained in the rectangular element ആണ്. ഓക്കെ, അതായത് റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഫ്ലൂയിഡ് മാസ്, ഈ ഒരു പോർഷനിൽ വരുന്ന റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഫ്ലൂയിഡ് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എൻ്റർ ചെയ്യുന്ന ഫ്ലൂയിഡ് മാസിൽ നിന്ന് ലീവ് ചെയ്യുന്ന ഫ്ലൂയിഡ് മാസ് നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ, അതായത് അതിൻ്റെ രണ്ടിനും ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് എന്താണോ കിട്ടുന്നത്, അതായത് ഡിഫറൻസ് എടുത്താൽ നമുക്ക് കിട്ടുക നെറ്റ് മാസ് ആണ്. നെറ്റ് മാസ് റിമൈൻഡ് ആണ് കിട്ടുക. എൻ്റർ ചെയ്യുന്നത് 10 ആണെങ്കിൽ ലീവ് ചെയ്യുന്നത് 8 ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോഴാണ് നമുക്ക് നെറ്റ് മാസ് റിമൈൻഡ് ഇൻ ദ എലമെൻറ്റ് കിട്ടുന്നത്. ഓക്കെ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നെറ്റ് മാസ് റിമൈൻ ചെയ്യുന്നത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നെറ്റ് മാസ് റിമൈൻ ചെയ്യുന്നത് റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ദ ഫ്ലൂയിഡ് മാസ് കണ്ടെയ്ൻഡ് വിത്തിൻ ദ റീജിയൻ ആയിരിക്കും. അതായത് ഈ ഒരു ഡയറക്ഷനിലെ റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഫ്ലൂയിഡ് മാസിന് ഈക്വൽ ആയിരിക്കും എന്നാണ് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പ്രകാരം നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫ്ലൂയിഡ് മാസ് എൻറ്റേഴ്സ് ദ റീജിയൻ പെർ യൂണിറ്റ് ടൈം കണ്ടുപിടിക്കാം. ദെൻ അതിൻ്റെ ലീവ് ചെയ്യുന്ന ഫ്ലൂയിഡ് മാസ് പെർ യൂണിറ്റ് ടൈമിൽ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ദെൻ അതിൻ്റെ ഡിഫറൻസ് എടുക്കാം. അപ്പോൾ നമുക്ക് ആ നെറ്റ് മാസ് എത്രയാണെന്ന് കിട്ടും, റിമൈൻ ചെയ്യുന്ന നെറ്റ് മാസ് എത്രയാണെന്ന് കിട്ടും. ഓക്കെ, അത് നമ്മുടെ റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഫ്ലൂയിഡ് മാസിനെ ആ ഒരു റെക്ടാങ്കുലർ എലമെൻറ്റിൻ്റെ ഈ ഒരു പോർഷനിൽ റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഫ്ലൂയിഡ് മാസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് ദെൻ നെറ്റ് മാസ് റിമൈൻഡ് ഇൻ ദ ഫ്ലൂയിഡിനെ നമ്മൾ ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് നമ്മുടെ 3D കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഫ്ലൂയിഡ് മാസ് എൻറ്റേഴ്സ് ദ റീജിയൻ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം കൺസിഡർ എ റെക്ടാങ്കുലർ എലമെന്റ് ഓഫ് സൈഡ്സ് dx, dy, dz ആൻഡ് വെലോസിറ്റി ഇൻ u ഇൻ x ഡയറക്ഷൻ, v ഇൻ y ഡയറക്ഷൻ, w ഇൻ z ഡയറക്ഷൻ. അതൊക്കെ എഴുതിയിട്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ആദ്യം ഫ്ലൂയിഡ് മാസ് എൻറ്റേഴ്സ് ദ റീജിയൻ പെർ യൂണിറ്റ് ടൈം. ഈ ഒരു ABCD എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിലൂടെയാണ് ഫ്ലൂയിഡ് മാസ് എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സൈഡ്സ് വരുന്നത് DZ-ഉം DY-ഉം ആണ് സൈഡ്സ് വരുന്നത്. ഓക്കെ, എക്സ് ഡയറക്ഷനിലെ വെലോസിറ്റി നമുക്കറിയാം u ആണ്. ഓക്കെ, ദെൻ ഫ്ലൂയിഡ് മാസ് എൻറ്റേഴ്സ് ദ റീജിയൻ പെർ യൂണിറ്റ് ടൈം. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു ρAV ആണ്, അതായത് മാസ് ഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിലോഗ്രാം പെർ സെക്കൻഡ് ആണ്. ρAV ആണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഡെൻസിറ്റി റോ ഇൻറ്റു ഏരിയ ഓഫ് ദി എൻറ്ററിങ് സെക്ഷൻ, ആ എൻ്റർ ചെയ്യുന്ന ആ ഒരു സെക്ഷൻ്റെ ഏരിയ വരുന്നത് ഈ ABCD എന്ന് പറയുന്ന ഈ ഒരു സൈഡിൽ കൂടെയാണ് എൻ്റർ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ സൈഡിൻ്റെ സൈഡ് വരുന്നത് DZ-ഉം DY-ഉം ആണ്. അപ്പോൾ ഏരിയ റെക്റ്റാങ്കിൾ ആയതുകൊണ്ട് രണ്ട് സൈഡും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഏരിയ കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ DZ ഇൻറ്റു DY ആണ് ഏരിയ. ദെൻ വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷൻ u ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് fluid mass enters the region per unit time. Okay, then fluid mass leaves the region per unit time കണ്ടുപിടിക്കണം. അതായത് EFGH എന്ന് പറയുന്ന ഈ ഒരു സൈഡിൽ കൂടെ ലീവ് ചെയ്യുന്ന ഫ്ലൂയിഡ് മാസ് പെർ യൂണിറ്റ് ടൈം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ എൻ്റർ ചെയ്തത് ρU dz dy എന്ന് പറയുന്ന അത്രയും മാസ് ഫ്ലോ റേറ്റ് ആണ് എൻ്റർ ചെയ്തത്. ഓക്കെ, ദെൻ ലീവ് ചെയ്യുന്നുണ്ടായിരിക്കാം ഈ ഒരു ഡയറക്ഷനിൽ, ഈ ഒരു എക്സ് ഡയറക്ഷനിൽ ഒരു സ്മോൾ ചേഞ്ച് ഉണ്ടായിരിക്കും. ρU dz dy ഇതിലൂടെ എൻ്റർ ചെയ്തു. ദെൻ ഈ ഒരു എക്സ് ഡയറക്ഷനിൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെറിയൊരു ചേഞ്ച് ഉണ്ടായിരിക്കും ഇൻ dx ഡിസ്റ്റൻസ്. ഈ ഒരു dx ഡിസ്റ്റൻസിൽ ഈ ഒരു ഫ്ലൂയിഡ് മാസിന് ചേഞ്ച് ഉണ്ടായിരിക്കും. അപ്പോൾ ∂x ഓഫ് ρU dz dy ഇൻറ്റു dx ഡിസ്റ്റൻസിലാണ് ആ ഒരു ചേഞ്ച് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്രയാണോ കിട്ടുന്നത് ആ ഒരു ഫ്ലൂയിഡ് മാസ് ആയിരിക്കും ലീവ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ഫ്ലൂയിഡ് മാസ് ലീവ്സ് ദ റീജിയൻ പെർ യൂണിറ്റ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ρU dz dy പ്ലസ് ∂x ഓഫ്, അതായത് ആ എൻ്റർ ചെയ്തതിന് വരുന്ന ചേഞ്ച് dy dz ഇൻറ്റു dx. എക്സ് ഡയറക്ഷനിലാണ് ആ ഒരു ചേഞ്ച് വരുന്നത്. ഓക്കെ, ഇപ്പം ഇൻറ്റു dx അങ്ങനെയാണ് വന്നത്. ഓക്കെ, ദെൻ
നെറ്റ് മാസ് ഓഫ് ഫ്ലൂയിഡ് റിമൈൻഡ് ഇൻ ദ എലമെന്റ് പെർ യൂണിറ്റ് ടൈം നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പോൾ 10 kg/s എൻ്റർ ചെയ്തു, ദെൻ 8 kg/s ആണ് ലീവ് ചെയ്തത്. ഓക്കെ, ദെൻ ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് മാസ് റിമൈൻഡ് ഇൻ ദ ഫ്ലൂയിഡ് എലമെന്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ദെൻ ഫ്ലൂയിഡ് മാസ് എൻറ്റേഴ്സ് ദ റീജിയൻ പെർ യൂണിറ്റ് ടൈമിൽ നിന്ന് നമ്മുടെ ഫ്ലൂയിഡ് മാസ് ലീവ്സ് ദ റീജിയൻ പെർ യൂണിറ്റ് ടൈം മൈനസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ റോ യു ഇൻറ്റു ഡി വൈ ഡി സെഡ് മൈനസ് റോ യു ഇൻറ്റു dy dz plus dou by dou x of rho u dy dz dx. ഓക്കെ, അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാം, അതായത് ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും. ദെൻ മൈനസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് റോ യു ഡി വൈ ഡി സെഡ് ഡി എക്സ് ആണ് നമുക്ക് കിട്ടാം. ഇത് എക്സ് ഡയറക്ഷനിലെ കേസിലാണ്, അതേപോലെ വൈ ഡയറക്ഷനിലും സെഡ് ഡയറക്ഷനിലും ഉണ്ടായിരിക്കും. നമുക്ക് 3D കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലുള്ള കണ്ടിന്യൂറ്റി ഇക്വേഷൻ ആണ് ഡിറൈവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എക്സ് ഡയറക്ഷനിലുള്ളത് നമുക്ക് കിട്ടി. ഇനി അതേപോലെ വൈ ഡയറക്ഷനിലും സെഡ് ഡയറക്ഷനിലും വേണം. ഓക്കെ, അത് സിമ്പിളാണ്. ജസ്റ്റ് വെലോസിറ്റി യു മാറി അവിടെ വി ആവും, ദെൻ എക്സ് ഡയറക്ഷൻ മാറി ഇവിടെ വൈ ആയിരിക്കും. അത്രേ ഉള്ളൂ, ചെറിയൊരു ചേഞ്ച് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇൻ എക്സ് ഡയറക്ഷൻ മൈനസ് ഓഫ് ഡോ ബൈ ഡോ എക്സ് ഓഫ് റോ യു ഡി എക്സ് ഡി വൈ ഡി സെഡ് ആണ്. ഓക്കെ, ദെൻ വൈ ഡയറക്ഷൻ ആകുമ്പോൾ ഡോ ബൈ ഡോ വൈ ഓഫ് റോ ഇൻറ്റു വി ഇൻറ്റു ഡി എക്സ് ഡി വൈ ഡി സെഡ്. ദെൻ ഇൻ സെഡ് ഡയറക്ഷൻ മൈനസ് ഓഫ് ഡോ ബൈ ഡോ സെഡ് ഡോ സെഡ് ഡയറക്ഷനിലെ വെലോസിറ്റി ഡബ്ല്യു ആണ്. സോ ഡി എക്സ് ഡി വൈ ഡി സെഡ് ഇങ്ങനെയാണ് വരാം. എക്സ് ഡയറക്ഷൻ, വൈ ഡയറക്ഷൻ, സെഡ് ഡയറക്ഷൻ. ദെൻ ഇത് മൂന്നും കൂടെ ആഡ് ചെയ്താലാണ് നമുക്ക് ടോട്ടൽ നെറ്റ് മാസ് ഓഫ് ഫ്ലൂയിഡ് റിമൈൻഡ് ഇൻ ദി എലമെന്റ് പെർ യൂണിറ്റ് ടൈം കിട്ടുക. അപ്പോൾ ഈ മൂന്ന് എക്സ് ഡയറക്ഷൻ, വൈ ഡയറക്ഷൻ, സെഡ് ഡയറക്ഷനിലുള്ളത് നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് ആദ്യം നെഗറ്റീവ് കോമൺ എടുത്തു. ഓക്കെ, അപ്പോൾ ദെൻ ഡോ ബൈ ഡോ എക്സ് ഓഫ് റോ ഇൻറ്റു യു പ്ലസ് ഡി എക്സ് ഡി വൈ ഡി സെഡ് മൂന്നിലും കോമൺ ആണ്. സോ അത് മൂന്നും കോമൺ എടുത്തു. ഓക്കെ, ഡോ വൈ ഓഫ് റോ വി പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് റോ ഡബ്ല്യു. ഓക്കെ, ദെൻ ഡി എക്സ് ഡി വൈ ഡി സെഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് നെറ്റ് ഫ്ലൂയിഡ് മാസ്, ടോട്ടൽ നെറ്റ് മാസ് ഓഫ് ഫ്ലൂയിഡ്. അതായത് 3 ഡയറക്ഷനിലുള്ള ഫ്ലൂയിഡ് മാസ് നമ്മൾ ആഡ് ചെയ്ത് കിട്ടുന്നതാണ് ഈ ഒരു ഇക്വേഷൻ. ഓക്കെ, ദെൻ നമുക്ക് മാസ് ഓഫ് ഫ്ലൂയിഡ് ഇൻ ദ എലമെന്റ് നമ്മൾ പറഞ്ഞു, the rate of increase of the fluid mass contained within the region is equal to the നമ്മൾ ടോട്ടൽ എത്ര എൻ്റർ ചെയ്യുന്നു മൈനസ് ടോട്ടൽ എത്ര ലീവ് ചെയ്യുന്നു, അത് രണ്ടും കൂടെ അതിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് നെറ്റ് മാസ് ഇവിടെ റിമെയിൻ ചെയ്യുന്നത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഫ്ലൂയിഡ് മാസ് കണ്ടെയ്ൻ വിത്തിൻ ദ റീജിയന് ഈക്വൽ ആയിരിക്കും നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഫ്ലൂയിഡ് മാസ് അത് കണ്ടുപിടിക്കണം. നമ്മൾ ഇത് രണ്ടും ഫൈൻഡ് ഔട്ട് ചെയ്തു, ദെൻ അതിൻ്റെ ഡിഫറൻസ് നമ്മൾ എടുത്തു, ദെൻ നമ്മൾ എക്സ് ഡയറക്ഷൻ, വൈ ഡയറക്ഷൻ, സെഡ് ഡയറക്ഷനിൽ ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിൻ്റെ ടോട്ടൽ നെറ്റ് മാസ് റിമെയിൻ ചെയ്യുന്നത് എത്രയാണെന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചു. ഓക്കെ, ദെൻ നമുക്ക് റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഫ്ലൂയിഡ് മാസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഫ്ലൂയിഡ് മാസ് എന്ന് പറയുമ്പോൾ ആദ്യം ഫ്ലൂയിഡ് മാസ് എത്രയാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക, ദെൻ അതിൻ്റെ റേറ്റ് ഓഫ് ഇൻക്രീസ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഓക്കെ, അപ്പം മാസ് ഓഫ് ഫ്ലൂയിഡ് ഇൻ ദ എലമെന്റ് നമുക്കറിയാം ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ്. ഓക്കെ, അപ്പോൾ ദെൻ ഡെൻസിറ്റി ഇൻറ്റു വോളിയം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാസ് കിട്ടും. ഓക്കെ, അപ്പോൾ ആദ്യം മാസ് എന്ന് പറയുമ്പോൾ ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആണ്. അപ്പോൾ ഈ ഒരു റെക്ടാങ്കുലർ എലമെൻറ്റിൻ്റെ വോളിയം എന്താ വരുന്നത്, ഡി എക്സ് ഡി വൈ ഡി സെഡ്. അത് മൂന്നും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു റെക്ടാങ്കുലർ എലമെൻറ്റിൻ്റെ വോളിയം കിട്ടുന്നത്. നമുക്കറിയാം ഒരു റെക്ടാങ്കുലർ എലമെൻറ്റിൻ്റെ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ ഇതിൽ ഈ ഒരു കണ്ടീഷനിൽ ഡി എക്സ് ഡി വൈ ഡി സെഡ് ആണ് ലെങ്ത്, ബ്രെത്ത് ആൻഡ് ഹൈറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഡി എക്സ് ഡി വൈ ഡി സെഡ് ആണ്. ഓക്കെ, ഇതാണ് മാസ് ഓഫ് ഫ്ലൂയിഡ് ഇൻ ദ എലമെന്റ്. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് മാസ് ഓഫ് ഫ്ലൂയിഡ് വിത്തിൻ ദ ഫ്ലൂയിഡ് എലമെന്റ് ആണ്. അപ്പോൾ റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് മാസ് ഓഫ് ഫ്ലൂയിഡ് ആണ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടി നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഡോ ബൈ ഡോ ടി ഓഫ് റോ ഇൻറ്റു ഡി എക്സ് ഡി വൈ ഡി സെഡ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ നെറ്റ് മാസ്, ടോട്ടൽ നെറ്റ് മാസ് ഓഫ് ഫ്ലൂയിഡ് റിമൈൻഡ് ഇൻ ദ എലമെന്റ് പെർ യൂണിറ്റ് ടൈം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്
റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഫ്ലൂയിഡ് മാസ് വിത്തിൻ ദ ഫ്ലൂയിഡ് എലമെൻറ്റിനെ ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഡോ റോ ബൈ ഡോ ടി ഇൻറ്റു ഡി എക്സ് ഡി വൈ ഡി സെഡ് ഈസ് ഈക്വൽ ടു ദി ഡോ ബൈ ഡോ എക്സ് ഓഫ് റോ യു പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് റോ വി പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് റോ ഡബ്ല്യു ഇൻറ്റു ഡി എക്സ് ഡി വൈ ഡി സെഡ്. ഓക്കെ, ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് ഡി എക്സ് ഡി വൈ ഡി സെഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് രണ്ടും ക്യാൻസൽ ചെയ്ത് കളയാം. ദെൻ ഡോ റോ ബൈ ഡോ ടി ആണ്. അത് നമ്മൾ ഓക്കെ ആ ടേം നമ്മൾ ഇവിടെ തന്നെ വെച്ച് ഡോ റോ ബൈ ഡോ ടി പ്ലസ് ഈ ടേംസ് മൊത്തം ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കാം ഇൻറ്റു റോ യു പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് റോ വി പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് റോ ഡബ്ല്യു ഈക്വൽ ടു 0. നമ്മൾ ഈ ഒരു ടേം മൊത്തമായിട്ട് ഈ സൈഡിലേക്ക് കൊണ്ടുവന്നു, ഈക്വൽ ടു 0 ആയിരിക്കും വരുന്നത്. ഓക്കെ ഓക്കെ, ഇത് നമ്മൾ നേരത്തെ എഴുതിയ ആ രണ്ട് ടേം ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് എഴുതിയതാണ്. അപ്പോൾ രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുക. ഈ ടോട്ടൽ നെറ്റ് മാസ് ഓഫ് ഫ്ലൂയിഡ് റിമൈൻഡ് ഇൻ ദ എലമെൻറ്റ് പെർ യൂണിറ്റ് ടൈം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത് ഇതിനും ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്ത് നമുക്ക് കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം. അപ്പോൾ നമ്മളത് രണ്ടും കൂടെ ആഡ് ചെയ്ത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കാം ഈ ഒരു ടേമാണ് ഡോ ബൈ ഡോ ടി ഓഫ് റോ പ്ലസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് റോ യു പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് റോ വി പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് റോ ഡബ്ല്യു ഈക്വൽ ടു 0 ആണ്. നമ്മൾ ആ രണ്ട് ടേമും കൂടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇതാണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഇൻ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ്. ഓക്കെ, ഇത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക സ്റ്റഡിയുടെ കേസിൽ, അൺസ്റ്റഡി കേസിൽ, യൂണിഫോം, നോൺ യൂണിഫോം, കംപ്രസിബിൾ, ഇൻകംപ്രസിബിൾ കേസസിലൊക്കെ നമുക്ക് ഈ ഒരു ഇക്വേഷൻ 3D കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലെ ഈ ഒരു ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൽ സ്റ്റഡി സ്റ്റേറ്റിൽ കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം ടൈം അനുസരിച്ച് പാരാമീറ്റേഴ്സ് ഒന്നും വേരി ചെയ്യില്ല. സോ ഡോ റോ ബൈ ഡോ ടി എന്ന് പറയുന്നത് അത് 0 ആയി പോകും. സോ റിമൈനിങ് ഇത്ര ഈ ഒരു ടേംസ്, അതായത് ഡോ ബൈ ഡോ എക്സ് ഓഫ് റോ യു പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് റോ വി പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് റോ ഡബ്ല്യു ഈക്വൽ ടു 0 ആയിരിക്കും സ്റ്റഡി കേസിൽ വരുന്നത്. ഓക്കെ, എല്ലാത്തിലും ഈ ഒരു ഇക്വേഷൻ അപ്ലിക്കബിൾ ആണ്. ഓക്കെ, അപ്പോൾ ദെൻ അതിൻ്റെ കണ്ടീഷൻസ് നമ്മൾ ജസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ആണ് വരുന്നത്. ദെൻ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ആണെങ്കിൽ നമുക്കറിയാം ഡെൻസിറ്റി എല്ലാം 1 ആവും, ഡെൻസിറ്റി എല്ലാം ഈക്വൽ ആവുമ്പോൾ നമുക്ക് ഇക്വേഷൻ വരുന്നുണ്ടായിരിക്കുക ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ വൈ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് ഈസ് ഈക്വൽ ടു 0 ആണ്. അതായത് സ്റ്റഡി ഇൻകംപ്രസിബിൾ ഫ്ലോയിൻ്റെ കേസിലാണ് ഈ ഒരു ഇക്വേഷൻ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഈ ഒരു ഇക്വേഷൻ ആയിരിക്കും 3D കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലെ ഈ ഒരു ഇക്വേഷൻ ആയിരിക്കും നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അതായത് സ്റ്റഡി ഇൻകംപ്രസിബിളിൻ്റെ ഇക്വേഷൻ ആണ് ഈ ഒരു ഇക്വേഷൻ. ഇതായിരിക്കും നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ഡിറൈവ് ചെയ്യാന്ന് പറയുമ്പോൾ ഈ ഒരു ഇക്വേഷൻ വരെയാണ് നമ്മൾ ഡിറൈവ് ചെയ്യേണ്ടത്. ദെൻ രണ്ട് കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുമ്പോൾ സ്റ്റഡിയുടെ കേസിലുള്ളതാണ് ഈ ഒരു കണ്ടീഷൻ. ദെൻ ഇൻകംപ്രസിബിൾ സ്റ്റഡിയിൽ വരുന്നതാണ് ഈ സ്റ്റഡിയിൽ വരുന്നതാണ് ഈ ഒരു ഇക്വേഷൻ. ഓക്കെ, ദെൻ ഇത്രയും നമ്മൾ ഡിറൈവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു 9 മാർക്സ് കിട്ടുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് 14th ക്വസ്റ്റ്യൻ ആണ്. 14th ക്വസ്റ്റ്യന് 14 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അതിന് എയും ബി ഒന്നുമില്ല, ഒരൊറ്റ ക്വസ്റ്റ്യൻ ആണ്. അതിന് ടോട്ടലായിട്ട് 14 മാർക്സ് ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. A boy carrying a beam light has the upper portion cylindrical ആണ്. upper portion cylindrical ആണ്. then അതിന് 2 meter ആണ് ഡയ വരുന്നത് and 1.25 meter deep. ആ ഒരു സിലിണ്ടറിന് 1.25 meter ആണ് ഡെപ്ത് വരുന്നത്. ഓക്കെ, ലോവർ പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കർവ്ഡ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. ഓക്കെ, അതിനെ കർവ്ഡ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണെന്നാണ് പറയുന്നത്. അപ്പർ പോർഷൻ സിലിണ്ടറിക്കൽ ആണ്, ബോട്ടം പോർഷൻ കർവ്ഡ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. അത് ഡിസ്പ്ലേസസ് എ വോളിയം ഓഫ് 400 liters. 400 liters അത് ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇറ്റ്സ് സെൻറ്റർ ഓഫ് ബോയോൺസി ഈസ് ലൊക്കേറ്റഡ് 1.3 meter ബിലോ ദ ടോപ്പ് ഓഫ് ദ സിലിണ്ടർ. ടോപ്പ് ഓഫ് ദ സിലിണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ്. അതിൽ നിന്ന് 1.3 meter, അതായത് ഈ ഒരു പോയിന്റിലാണ് 1.3 meter താഴെയാണ്, 1.3 meter ബിലോ ആണ് ബോയോൺസി വരുന്നത്. ലോവർ പോർഷൻ്റെ ബോയോൺസി അത് പ്രത്യേകം നോട്ട് ചെയ്യണം. സെൻറ്റർ ഓഫ് ബോയോൺസി ഈസ് ലൊക്കേറ്റഡ് 1.3 meter ബിലോ ദ ടോപ്പ് ഓഫ് ദ സിലിണ്ടർ. ഓക്കെ, ദെൻ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, മൊത്തം ഈ ഒരു ബോയുടെ
സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത് 0.95 മീറ്റർ ബിലോ ദ ടോപ്പ് ഓഫ് ദ സിലിണ്ടർ ആണ്. സിലിണ്ടറിൻ്റെ ടോപ്പിൽ നിന്ന് 0.95 മീറ്റർ ബിലോ ആണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് മെറ്റാസെൻട്രിക് ഹൈറ്റ് ആണ്. ദെൻ ഒരു ടേമും കൂടെ തന്നിട്ടുണ്ട്, ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് 25.5 കിലോ ന്യൂട്ടൺ ആണ്. ഈ ഒരു ബോഡി ഇമ്മേഴ്സ് ചെയ്യുമ്പോൾ വരുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്ന ഇത്രയും പോർഷൻ്റെ ആ ഒരു, നമുക്കറിയാം ഒരു ബോഡി ഒരു ഏതെങ്കിലും ഫ്ലൂയിഡിൽ ഇമ്മേഴ്സ് ചെയ്യുമ്പോൾ ആ ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്ന അത്രയും തന്നെ വാട്ടർ ഡിസ്പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു എത്രയാണ് ഡിസ്പ്ലേസ് ചെയ്തിരിക്കുന്നതെന്നാണ് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. 25.5 കിലോ ന്യൂട്ടൺ ആണ് ഡിസ്പ്ലേസ് ചെയ്തിരിക്കുന്നതെന്ന്. ഓക്കെ, ദെൻ നമുക്ക് മെറ്റാസെൻട്രിക് ഹൈറ്റ് ഓഫ് ദി ബോഡിയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ മെറ്റാസെൻട്രിക് ഹൈറ്റിൻ്റെ ഇക്വേഷൻ വരുന്നത് GMC = I/V - BG ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഒരു ഫിഗർ. ഈ ഒരു ഫിഗർ വരയ്ക്കുന്നതിന് തന്നെ 2 മാർക്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ മെറ്റാസെൻട്രിക് ഹൈറ്റിൻ്റെ ഇക്വേഷൻ വരുന്നത് BM - BG, അതായത് BM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I/V. I എന്ന് പറയുന്നത് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ആണ്. അറ്റ് ദി വാട്ടർ സർഫസ് ആണ്, എബൌട്ട് YY ആക്സിസ്. അതായത് വാട്ടർ സർഫസിൽ നമുക്കറിയാം ഇതൊരു സിലിണ്ടർ ആണെന്ന് പറഞ്ഞു. സിലിണ്ടർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ സർഫസിൽ വരുന്ന ഒരു സർക്കിളാണ്. ഓക്കെ, അപ്പോൾ ആ സർക്കിളിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ആണ് എബൌട്ട് YY ആക്സിസ്. അതിൻ്റെ ഇക്വേഷൻ വരുന്നത് πd⁴/64 ആണ്. ഓക്കെ, ദെൻ V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം ഓഫ് ബോഡി സബ്മേർജ്ഡ് ഇൻ ദ ലിക്വിഡ്. ടോട്ടൽ വോളിയം അല്ല, സബ്മേർജ് ചെയ്തിരിക്കുന്ന വോളിയാണ് V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ദെൻ BG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BG എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. ഇത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ OB - OG ആണ് ചെയ്യുന്നത്. നമുക്ക് OG ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഈ ഒരു ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ OB നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. OBയിൽ നിന്ന് OG, ഈ ഒരു ടോട്ടൽ OB ഡിസ്റ്റൻസിൽ നിന്ന് OG മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു BG എന്ന് പറയുന്ന ആ ഒരു ഡിസ്റ്റൻസ് കിട്ടും. ഓക്കെ, OB - OG ചെയ്യുമ്പോഴാണ് നമുക്ക് BG കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് BG ഫൈൻഡ് ഔട്ട് ചെയ്യണം. BG ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ OB - OG ചെയ്യണം. അതായത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും സെൻറ്റർ ഓഫ് ബോയൻസിയും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് എത്രയാണെന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ അതിന് OB നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. OG ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്ക് 0.95 മീറ്റർ ടോപ്പ് സർഫസിൽ നിന്ന് 0.95 മീറ്റർ ഉണ്ടെന്ന്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിക്ക് ഉണ്ടെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് OB ആണ്. OB ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് OB1 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ലോവർ പോർഷൻ്റെ സെൻറ്റർ ഓഫ് ബോയൻസി വരുന്നത് ഇത്രയും ഡെപ്തിലാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദെൻ ടോപ്പ് പോർഷൻ്റെ സെൻറ്റർ ഓഫ് ബോയൻസി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ദെൻ അതിൽ മൊമെൻറ്റ്സ്, അതായത് മൊമെൻറ്റ്സിൻ്റെ ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്ന് ടോട്ടൽ മൊത്തം ബോഡിയുടെ ബോയൺ ഫോഴ്സ് ഏത് പോയിന്റിലാണ് ആക്ട് ചെയ്യണമെന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ആ ഒരു പോയിന്റാണ്, അതായത് ഈ ഒരു B എന്ന് പറയുന്ന പോയിന്റാണ് ടോട്ടൽ ആ ബോഡിയുടെ ബോയൻസി എവിടെയാണ് ആക്ട് ചെയ്യുന്നത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് നമ്മൾ ലാസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ OB നമ്മൾ ലാസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യും. ഓക്കെ, ആ OBയിൽ നിന്ന് OG മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ആ BG എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഗിവൺ ആയിട്ടുള്ളതെല്ലാം എടുത്ത് എഴുതുകയാണ്. അപ്പോൾ വോളിയം ഡിസ്പ്ലേസ്ഡ് ബൈ ദ കർവ്ഡ് പോർഷൻ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 0.4 മീറ്റർ ക്യൂബ്. ദെൻ സെൻറ്റർ ഓഫ് ബോയൻസി ഓഫ് താഴത്തെ കർവ്ഡ് പോർഷൻ്റെ സെൻറ്റർ ഓഫ് ബോയൻസി വരുന്നത് 1.3 മീറ്ററിലാണെന്ന് നമുക്കറിയാം, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദെൻ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിക്കുള്ള ഡിസ്റ്റൻസ് 0.95 മീറ്റർ ആണ് ടോപ്പിൽ നിന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, നമ്മളൊരു ബോഡി വെള്ളത്തിൽ ഇമ്മേഴ്സ് ചെയ്യുമ്പോൾ ആ ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്ന എത്രത്തോളം വെയിറ്റ് ഉണ്ടോ അത്രത്തോളം വെയിറ്റ് തന്നെ ആ ഒരു ഫ്ലൂയിഡ്, ഏത് ഫ്ലൂയിഡിലാണ് നമ്മൾ ആ ബോഡി ഇമ്മേഴ്സ് ചെയ്യുന്നത്, ആ ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്ന ആ പോർഷൻ്റെ അത്രയും വെയിറ്റ് തന്നെ ആ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ് ആവുമെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു എത്രത്തോളമാണ് ഡിസ്പ്ലേസ് ആയിരിക്കുന്നതെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, 25.5 കിലോ ന്യൂട്ടൺ ആണ് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ്. ആ ഒരു ബോഡി ഒരു ഫ്ലൂയിഡിൽ ഇറക്കുമ്പോൾ നമുക്ക് വരുന്ന ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് 25.5 കിലോ ന്യൂട്ടൺ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്ന വെയിറ്റിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ദെൻ ഇമ്മേഴ്സ്ഡ് വെയിറ്റ് ഓഫ് ദ ബോയ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദ വാട്ടർ ഡിസ്പ്ലേസ്ഡ് ആണ്. അപ്പോൾ ഇമ്മേഴ്സ്ഡ് വെയിറ്റ് ഓഫ് ദ ബോയ് എന്ന് പറയുമ്പോൾ, ഇമ്മേഴ്സ്ഡ് വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് എന്ന് പറയുമ്പോൾ ഡെൻസിറ്റി സ്പെസിഫിക് വെയിറ്റ് ആണ് ρg. അതിൻ്റെ കൂടെ നമ്മൾ ഇൻറ്റു വോളിയം ചെയ്യുമ്പോഴാണ് നമുക്ക് ആ വെയിറ്റ് കിട്ടുന്നത്. ഓക്കെ, സ്പെസിഫിക് വെയിറ്റ് W/V ആണ്. ഓക്കെ, W/V ആണ്, വെയിറ്റ് ബൈ വോളിയാണ് സ്പെസിഫിക് വെയിറ്റ് വരുന്നത്. ഓക്കെ, സ്പെസിഫിക് വെയിറ്റ് ρg ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അതിൽ നിന്ന്
വെയിറ്റ് കണ്ടുപിടിക്കാൻ റോ ജി ഇൻറ്റു വോളിയം ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്ന പോർഷൻ്റെ വോളിയമാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. ഇൻറ്റു ഡെൻസിറ്റി 1000 ആണ് വരിക, വാട്ടറിലാണ്. ഓക്കെ, ഇൻറ്റു 9.81 25.5 കിലോ ന്യൂട്ടണിലാണ് ക്വസ്റ്റ്യനിൽ തന്നിരുന്നത്. നമ്മളത് ന്യൂട്ടൺ ആയി കൺവേർട്ട് ചെയ്യുമ്പോഴാണ് ഇൻറ്റു 25.5 ഇൻറ്റു 10⁻³ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്ന പോർഷൻ്റെ വോളിയം കിട്ടും. ഓക്കെ, അപ്പോൾ ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്ന പോർഷൻ്റെ വോളിയം വരാം V = 1000 × 9.81. താഴേക്ക് പോകുമ്പോൾ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ ആൻസർ വരുന്നുണ്ടായിരിക്കാം 2.55 m³ ആണ് ആൻസർ വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, നമ്മളിത് എന്തിനാ ഈ വോളിയം ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്ന വോളിയം ഫൈൻഡ് ഔട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ ആൻസർ ക്വസ്റ്റ്യൻ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് മെറ്റാസെൻട്രിക് ഹൈറ്റ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GM = I/V - BG ആണ്. അപ്പോൾ BG ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് OB-ലേക്കുള്ള ഡിസ്റ്റൻസും OG-ലേക്കുള്ള ഡിസ്റ്റൻസും അറിയണം. നമുക്ക് OG-ലേക്കുള്ള ഡിസ്റ്റൻസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, OB-ലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ അതിന് OB1 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ലോവർ പോർഷൻ്റെ സെൻറ്റർ ഓഫ് ബോയൻസി തന്നിട്ടുണ്ട്. ഇനി നമ്മൾ അപ്പർ പോർഷൻ്റെ സെൻറ്റർ ഓഫ് ബോയൻസി ഫൈൻഡ് ഔട്ട് ചെയ്യണം. ദെൻ അതിൻ്റെ മൊമെൻറ്റ്സ് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് OB ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് OB2 ആണ് ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ OB2 ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ അപ്പർ പോർഷൻ്റെ സെൻറ്റർ ഓഫ് ബോയൻസി ആണ് OB2. ടോപ്പ് സർഫസിൽ നിന്ന് അപ്പർ പോർഷൻ്റെ സെൻറ്റർ ഓഫ് ബോയൻസിക്കുള്ള ഡിസ്റ്റൻസ് ആണ് OB2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ എത്രത്തോളം ഇമ്മേഴ്സ് ആയിട്ടുണ്ട്. സിലിണ്ടറിക്കൽ പോർഷനാണ് ടോപ്പിൽ വരുന്നത്. ആ പോർഷൻ സിലിണ്ടറിക്കൽ പോർഷൻ, അതായത് ഈ ഒരു പോർഷൻ എത്രത്തോളം ഇമ്മേഴ്സ് ആയിട്ടുണ്ട് എന്ന് നമുക്ക് അറിയണം. അതാണ് ഈ ഒരു H. ഈ H ഡിസ്റ്റൻസ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ H ഡിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള സ്റ്റെപ്സ് ആണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇമ്മേഴ്സ്ഡ് വോളിയം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു, 2.55 m³ ആണ്. ഓക്കെ, അതിൽ നിന്ന് അതായത് ഈ ടോട്ടൽ ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്ന വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിലിണ്ടറിക്കൽ പോർഷൻ്റെ വോളിയം വരും, കർബ്ഡ് പോർഷൻ്റെ വോളിയം വരും. ഓക്കെ, അപ്പോൾ ഇമ്മേഴ്സ്ഡ് വോളിയം എന്ന് പറയുന്നത് 2.55 ആണ്. വോളിയം ഓഫ് സിലിണ്ടറിക്കൽ പാർട്ട് ഇൻ വാട്ടർ ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, പ്ലസ് വോളിയം ഓഫ് കർവ്ഡ് പോർഷൻ നമുക്ക് ക്വസ്റ്റ്യനിൽ വന്ന് നിൽക്കുന്നത് 0.4 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് വോളിയം ഓഫ് സിലിണ്ടറിക്കൽ പാർട്ട് നമുക്ക് കിട്ടും. അപ്പോൾ വോളിയം ഓഫ് സിലിണ്ടറിക്കൽ പാർട്ട് വരുന്നുണ്ടായിരിക്കാം 2.15 m³ ആണ്. ഓക്കെ, നമുക്കറിയാം സിലിണ്ടറിൻ്റെ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ π/4 d² ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡയാമീറ്റർ വരുന്നത്, സിലിണ്ടറിൻ്റെ ഡയാമീറ്റർ വരുന്നത് 2 മീറ്റർ ആണ്. അപ്പോൾ 2² H നമുക്കറിയില്ല, H ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമ്മളിപ്പോൾ ഈ ഒരു ടേംസ് ഒക്കെ എഴുതിയത്. ഓക്കെ, = 2.15 m³ ആണ്. ഇതിൽ നിന്ന് നമ്മൾ H ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് H വരുന്നുണ്ടായിരിക്കാം 0.685 മീറ്റർ ഫ്രം ടോപ്പ് സർഫസ് ആയിരിക്കും. ടോപ്പ് സർഫസ് അല്ല, വാട്ടർ സർഫസ് ആയിരിക്കും നമുക്ക് വരുന്നുണ്ടായിരിക്കും. നമ്മൾ ഇമ്മേഴ്സ്ഡ് വോളിയത്തിൽ നിന്നാണ് ഇതൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്ത് വന്നത്. സോ H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.685 മീറ്റർ ഫ്രം വാട്ടർ സർഫസ് ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, തെറ്റ് ടോപ്പ് സർഫസ് എടുക്കരുത്. ടോപ്പ് സർഫസിൽ നിന്നുള്ള ഡെപ്ത് നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിരുന്നു, 1.25 മീറ്റർ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരുന്നു. ദെൻ നമ്മൾ വോളിയം ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിൽ നിന്ന് സിലിണ്ടറിക്കൽ പോർഷൻ്റെ ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്ന വോളിയം ഫൈൻഡ് ഔട്ട് ചെയ്തു. ആദ്യം ടോട്ടൽ ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്ന വോളിയം ഫൈൻഡ് ഔട്ട് ചെയ്തു, അതിൽ നിന്ന് സിലിണ്ടറിക്കലിൻ്റെ മാത്രം ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്ന വോളിയം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. അതിൽ നിന്നാണ് നമ്മൾ ഇമ്മേഴ്സ് ചെയ്ത സിലിണ്ടറിൻ്റെ ഹൈറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഫ്രം വാട്ടർ സർഫസ് ആണ് ഈ ഒരു ഡെപ്ത് വരുന്നത്, 0.685 മീറ്റർ ഡെപ്ത് വരുന്നത് ഫ്രം വാട്ടർ സർഫസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ H ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി നമുക്ക് OB2 ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമുക്കിപ്പോൾ കിട്ടിയത് H ആണ്, ഈ ഒരു ഡെപ്ത് ആണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ടോട്ടൽ 1.25 മീറ്റർ ആണ് സിലിണ്ടറിൻ്റെ ഡെപ്ത് വരുന്നത്. ഓക്കെ, ടോട്ടൽ 1.25 മീറ്റർ ആണ് സിലിണ്ടറിൻ്റെ ഡെപ്ത് വരുന്നത്. ഓക്കെ, ഇതിൽ നിന്ന് ഈ ഒരു H മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോർഷൻ എത്രയാണെന്ന് കിട്ടും. ഓക്കെ, പ്ലസ് H/2 ചെയ്ത് കഴിഞ്ഞാൽ ഈ B2 എത്ര ഡിസ്റ്റൻസിലാണ്. നമ്മൾ നേരത്തെ മുമ്പത്തെ ക്വസ്റ്റ്യൻസിലൊക്കെ പറഞ്ഞിരുന്നു, സെൻറ്റർ ഓഫ് ബോയൻസി ആ ഒരു പോയിന്റ് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്ന ആ ഒരു ബോഡിയുടെ സെൻറ്ററിലായിരിക്കും. ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്ന പോർഷൻ്റെ ടോട്ടൽ പോർഷൻ അല്ല, ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്നത് സിലിണ്ടർ ആകുമ്പോൾ ഇത്രയും പോർഷനാണ് ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു പോർഷൻ്റെ സെൻറ്ററിലാണ്
B2 ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, നമ്മൾ എച്ച് ഫൈൻഡ് ഔട്ട് ചെയ്തു. 1.25 മീറ്റർ ആണ് ടോട്ടൽ സിലിണ്ടറിൻ്റെ ഡെപ്ത് എന്ന് നമുക്കറിയാം. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ B2 ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, OB2 ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ടോപ്പ് സർഫസിൽ നിന്നുള്ള ഡെപ്ത് ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അത് എന്തിനാണ് അങ്ങനെ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് OB1ൻ്റെ അതായത് കർബ്ഡ് പോർഷൻ്റെ ബോയൻസി തന്നിരിക്കുന്നത്, സെൻറ്റർ ഓഫ് ബോയൻസി ആക്ട് ചെയ്യുന്ന പോയിന്റ് നമുക്ക് തന്നിരിക്കുന്നത് ടോപ്പ് സർഫസിൽ നിന്ന് 1.3 മീറ്റർ ബിലോ ആണെന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മൊമെൻറ്റ്സ് എടുക്കാൻ വേണ്ടി എളുപ്പത്തിനാണ് നമ്മൾ ടോപ്പ് സർഫസിൽ നിന്ന് ബോയൻസിയുടെ പോയിന്റ്സ് എത്രത്തോളം ഡെപ്തിലാണെന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് മൊമെൻറ്റ്സ് എടുക്കാൻ എളുപ്പത്തിനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം OB2 ഫൈൻഡ് ഔട്ട് ചെയ്യണം. OB2 എടുക്കുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എച്ച് നമുക്ക് അറിയാം, അതായത് എച്ച് നമ്മളിപ്പോൾ തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്തു. ദെൻ എച്ചിൻ്റെ സെൻറ്ററിലാണ് B2 ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ഫ്രം ടോപ്പ് സർഫസ് ആണ്, അപ്പോൾ പ്ലസ് ഈ ഒരു ഡിസ്റ്റൻസും കൂടെ നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 1.25 മൈനസ് 0.685 പ്ലസ് 0.685/2 ചെയ്യുമ്പോൾ നമുക്ക് OB2 ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, 0.907 മീറ്റർ ആണ് OB2 വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് B is the center of buoyancy of the buoy and its height from the top of the buoy is OB. ടോപ്പിൽ നിന്ന് OBയിലാണ് മൊത്തം സർഫസിൻ്റെ സെൻറ്റർ ഓഫ് ബോയൻസി ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. OB1 ഡിസ്റ്റൻസിലാണ് ടോപ്പ് സർഫസിൻ്റെ അതായത് സിലിണ്ടറിക്കൽ പോർഷൻ്റെ മാത്രം ബോയൻസി ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. OB1 ഡിസ്റ്റൻസിലാണ്. ദെൻ ടോപ്പിൽ നിന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ കർബ്ഡ് പോർഷൻ്റെ സെൻറ്റർ ഓഫ് ബോയൻസി ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോറി, സിലിണ്ടറിക്കൽ പോർഷൻ്റെ OB2ലാണ് ഡിസ്റ്റൻസിലാണ് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. കർവ്ഡ് പോർഷൻ്റെ OB1 ഡിസ്റ്റൻസിലാണ് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ദെൻ അതിൻ്റെ മൊമെൻറ്റ്സ് എടുത്തിട്ടാണ് നമുക്ക് OB ഡിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, ബൈ ടേക്കിംഗ് മൊമെൻറ്റ്സ് അബൌട്ട് ദ ടോപ്പ് V ഇൻറ്റു OB ഈസ് ഈക്വൽ ടു അപ്പർ പോർഷൻ്റെ വോളിയം ഇൻറ്റു ടോട്ടൽ ഇമ്മേഴ്സ്ഡ് വോളിയം ഇൻറ്റു OB, അതായത് ടോട്ടൽ വോളിയത്തിൻ്റെ സെൻറ്റർ ഓഫ് ബോയൻസിക്കുള്ള ഡിസ്റ്റൻസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അപ്പർ പോർഷൻ്റെ വോളിയം ഇൻറ്റു അതിൻ്റെ സെൻറ്റർ ഓഫ് ബോയൻസിക്കുള്ള ഡിസ്റ്റൻസ് പ്ലസ് ലോവർ പോർഷൻ്റെ വോളിയം ഇൻറ്റു അതിൻ്റെ ബോയൻസിക്കുള്ള ഡിസ്റ്റൻസ്, ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ വോളിയം ഇൻറ്റു ആ ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്ന പോർഷനിലേക്ക് ടോപ്പിൽ നിന്നുള്ള ആ ഒരു ഡിസ്റ്റൻസ്, സെൻറ്റർ ഓഫ് ബോയൻസിക്കുള്ള ആ ഒരു ഡിസ്റ്റൻസ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രണ്ട് ടേമും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ വോളിയം ഇൻറ്റു ആ വോളിയത്തിൻ്റെ സെൻറ്റർ ഓഫ് ബോയൻസിക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ടോട്ടൽ വോളിയം ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്ന വോളിയം വരുന്നത് 2.55 ആണ്. ഇൻറ്റു നമുക്ക് OB ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ ഈ ഒരു മൊമെൻറ്റ്സ് എടുക്കുന്നത് ടോപ്പിൽ നിന്ന് എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വൺസ് മോർ വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഈ ഒരു Oയിൽ നിന്ന് OB1 ഈ ഒരു പോയിന്റ്, ഈ ഒരു ഡിസ്റ്റൻസ് ഇൻറ്റു ഈ ബോട്ടം പോർഷൻ്റെ വോളിയം, അത് ഇൻറ്റു OB1 ഇൻറ്റു ആ പോർഷൻ്റെ വോളിയം പ്ലസ് OB2 ഈ ഡിസ്റ്റൻസ് ഇൻറ്റു ഈ ഒരു പോർഷൻ്റെ വോളിയം ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്ന വോളിയം ഇൻറ്റു OB അതിന് ഈക്വൽ ആയിരിക്കും. അതാണ് നമ്മൾ മൊമെൻറ്റ്സ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ടോട്ടൽ വോളിയം ഇൻറ്റു അതിലേക്കുള്ള OB ഈസ് ഈക്വൽ ടു അപ്പർ പോർഷൻ്റെ വോളിയം ഇൻറ്റു അതിൻ്റെ സെൻറ്റർ ഓഫ് ബോയൻസിക്കുള്ള ഡിസ്റ്റൻസ് പ്ലസ് ലോവർ പോർഷൻ ഇൻറ്റു അതിൻ്റെ സെൻറ്റർ ഓഫ് ബോയൻസിക്കുള്ള ഡിസ്റ്റൻസ്. സിമ്പിളായിട്ട് മൊമെൻറ്റ്സ് എടുക്കുന്ന ആ ഒരു സ്റ്റെപ്പാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, ദെൻ അപ്പർ പോർഷൻ്റെ വോളിയം 2.15 ആണ് ഇൻറ്റു അതിൻ്റെ സെൻറ്റർ ഓഫ് ബോയൻസിക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത് 0.907 ആണ് പ്ലസ് ലോവർ പോർഷൻ്റെ വോളിയം വരുന്നത് 0.4 ഇൻറ്റു അതിൻ്റെ സെൻറ്റർ ഓഫ് ബോയൻസിക്കുള്ള ഡിസ്റ്റൻസ് 1.3 ആണ്. ഓക്കെ, ഇതിൽ നിന്ന് നമ്മൾ OB ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് OB കിട്ടുന്നുണ്ടായിരിക്കാം 0.968 മീറ്റർ ആണ് OB. ടോപ്പിൽ നിന്ന് മൊത്തം ബോഡിയുടെ സെൻറ്റർ ഓഫ് ബോയൻസിക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് 0.968 മീറ്റർ ആണ്. ഓക്കെ, നമുക്ക് മെറ്റാസെൻട്രിക് ഹൈറ്റ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് BM മൈനസ് BG ആണ്. I/B മൈനസ് BG ആണ്. ഓക്കെ, നമ്മൾ OB ഫൈൻഡ് ഔട്ട് ചെയ്തു. OBയെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. OG ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഈ BG എന്ന് പറയുന്ന ഡിസ്റ്റൻസ് നമുക്ക് ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പം BG ഈസ് ഈക്വൽ ടു
ബി ജി ഈസ് ഈക്വൽ ടു ഒ ബി മൈനസ് ഒ ജി ആണ്. ഓക്കെ, ഒ ബി മൈനസ് ഒ ജി ആണ്. ഒ ബി നമ്മളിപ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്തത് 0.968 മീറ്റർ ആണ്. 0.968 മൈനസ് 0.95 ചെയ്താൽ മതി. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ബി ജി കിട്ടുന്നുണ്ടായിരിക്കാം 0.018 മീറ്റർ ആയിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മൾ ബി ജി ഫൈൻഡ് ഔട്ട് ചെയ്തു. ഈ ടേം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. നമുക്കിനി ഐ ബൈ വി ആണ് കിട്ടേണ്ടത്. അപ്പോൾ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കിളാണ് നമ്മുടെ വാട്ടർ സർഫസിലെ സെക്ഷൻ എടുക്കുമ്പോൾ ഈ സിലിണ്ടറിൻ്റെ വാട്ടർ സർഫസിലുള്ള സെക്ഷൻ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് അതായത് ഇമ്മേഴ്സ് ഈ ഒരു സിലിണ്ടറിക്കലും കാർബിഡ് പോർഷനും കൂടെ ആഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു ബോഡി, അതാണ് ബോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബോഡി നമ്മളൊരു ഫ്ലൂയിഡിൽ ഇമ്മേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വാട്ടർ സർഫസിൽ വരുന്ന ആ ഒരു ആക്സിസ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സർക്കിളായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു ആക്സിസിലുള്ള കട്ട് ചെയ്യുന്ന ആ ഒരു ഇതിൽ വൈ ആക്സിസിലുള്ള മൊമെൻ്റ് ആണ് നമുക്കിവിടെ ഈ ഒരു ഐ ടേമിൽ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ പൈ ഡി റേസ് ടു 4/64 ആണ്. പൈ ഇൻറ്റു ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയ ആണ്. 2 മീറ്റർ ആണ് സിലിണ്ടറിൻ്റെ ഡയ വരുന്നത്. അപ്പോൾ 2 റേസ് ടു 4/64 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഐ വരുന്നുണ്ടായിരിക്കാം 0.785 മീറ്റർ റേസ് ടു 4 ആയിരിക്കും. ഓക്കെ, ദെൻ നമുക്ക് വോളിയം നമ്മൾ നേരത്തെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. 2.55 ആണ് ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്ന വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.55 മീറ്റർ ക്യൂബ് ആണ്. നമ്മൾ ഏറ്റവും ഫസ്റ്റ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തതാണ് ഇമ്മേഴ്സ്ഡ് വോളിയം. ഓക്കെ, ദെൻ മെറ്റാസെൻട്രിക് ഹൈറ്റ് വരുന്നുണ്ടായിരിക്കാം ഐ ബൈ വൈ 0.785 ബൈ 2.55 മൈനസ് ബി ജി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിരുന്നു 0.018 മീറ്റർ ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ജി എം കിട്ടുന്നുണ്ടായിരിക്കാം 0.289 മീറ്ററിലായിരിക്കും. അതായത് മെറ്റാസെൻട്രിക് ഹൈറ്റ് വരുന്നുണ്ടായിരിക്കാം 0.289 മീറ്ററിലായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് മെറ്റാസെൻട്രിക് ഹൈറ്റ് വരെ ഹൈറ്റിൻ്റെ ആൻസർ വരെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഓക്കെ, 9 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഓരോ സ്റ്റെപ്പും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്താലാണ് നമുക്ക് ആ ടോട്ടൽ 9 മാർക്സ് കിട്ടുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഓരോ സ്റ്റെപ്പിനും വെച്ചിട്ട് മാർക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാ സ്റ്റെപ്പും സ്കിപ്പ് ചെയ്യാതെ എഴുതിയാൽ മാത്രമാണ് ആ ടോട്ടൽ 9 മാർക്സ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിലെ എല്ലാ ക്വസ്റ്റ്യനും സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സെഷനിൽ തേർഡ് മൊഡ്യൂളിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.